والمرسلين محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരികളെ, പ്രത്യേകിച്ചും യൂറോപ്യൻ പശ്ചാത്തലങ്ങളിലും പരിസരങ്ങളിലൊക്കെയുള്ള പല രാജ്യങ്ങളിലായി ജീവിക്കുന്ന നിങ്ങളെല്ലാവരും ഇസ്ലാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ, ആദർശത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ ഒരുമിച്ച് ഇരിക്കുന്നത് കാണുമ്പോൾ പരസ്പരം വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും ഒക്കെ സന്ദേശങ്ങൾക്ക് മുമ്പിൽ ഇതുപോലെ ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്കൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ, സ്വർഗം എന്ന് പറയുന്ന ജീവിതത്തിൽ മനുഷ്യൻ്റെ ഒരു കുടുംബം എന്ന് പറയുന്നത് പോലും, ഭൂമിയിൽ മനുഷ്യൻ ജീവിതം ആരംഭിച്ചു തന്നെയും സ്വർഗത്തിലാണ്. അഥവാ മനുഷ്യന് സ്വർഗത്തിൽ പോലും ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ കഴിയും. ഭൂമിയിൽ ചരിത്രത്തിന്റെ ഏതോ ഒരു വികാസ പരിണാമങ്ങളിൽ രൂപപ്പെട്ട എന്തോ ഒരു ചൂഷണ സ്ഥാപനമാണ് എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ യഥാർത്ഥത്തിൽ എത്രയോ അബദ്ധമാണ്. മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങുന്നത് തന്നെ യാ ആദമുസ്കുൻ അൻത വസൗജുക്കൽ ജന്ന, ആദമേ നീയും നിന്റെ ഇണയും. ഒരു മനുഷ്യനും അവന്റെ ഇണയും ഭാര്യ ഭർത്തൃ ജീവിതം, കുടുംബ ജീവിതമായിട്ടാണ് ഭൂമിയിലല്ല സ്വർഗത്തിൽ പോലും മനുഷ്യ ജീവിതം ആരംഭിച്ചത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം തന്നെ ഒരു മനുഷ്യനും അവന് ഇണയും എന്നതാണ്. യാ അയ്യുഹന്നാസു തഖു റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസ്സാഅ. മനുഷ്യരെ, നിങ്ങളെല്ലാം സൃഷ്ടിച്ചത് ഒരൊറ്റ ആത്മാവിൽ നിന്നാണ്. ആ ഒരു ആത്മാവിൽ നിന്നും അതിന് ഇണയെയും സൃഷ്ടിച്ചു. അവിടുന്നാണ് ആണും പെണ്ണും ഒക്കെ ധാരാളം പരത്തി വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസ്സാഅ, ധാരാളം സ്ത്രീ പുരുഷന്മാരെ പരത്തി ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ചത് ഒരാത്മാവിൽ നിന്നാണ്, അതിന്റെ ഇണയിൽ നിന്നാണ്. അത് ആൺ പെൺ ഒരു കുടുംബത്തിൽ നിന്നാണ് ലോകത്ത് മുഴുവൻ മനുഷ്യ സമൂഹത്തെ യഥാർത്ഥത്തിൽ വ്യാപിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആ കുടുംബം എന്ന് പറയുന്ന സങ്കല്പം, അതാണ് മനുഷ്യ ചരിത്രത്തിന്റെ തന്നെ ഒന്നാമത്തെ തുടക്കം. കുടുംബം തണലാണ് എന്ന് നമ്മൾ പറയുന്ന ഒരു പശ്ചാത്തലം പോലും സത്യത്തിൽ ഇസ്ലാമിക കുടുംബം എന്നതാണല്ലോ നമ്മുടെ തലക്കെട്ട്. അപ്പൊ ഇസ്ലാം എന്ന് തന്നെ പൈശാചികമാണ്, ഇസ്ലാം ഭീകരമാണ്, ഇസ്ലാം പിന്തിരിപ്പനാണ്, ഇസ്ലാം പ്രാകൃതമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ കുടുംബം, ഇസ്ലാമിലെ സ്ത്രീ, ഇസ്ലാമിലെ ഭാര്യ ഭർത്തൃത്വം, ഇസ്ലാമിലെ കുടുംബ നിയമങ്ങൾ, ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിലെ അനന്തരാവകാശങ്ങൾ, മുസ്ലിം സ്ത്രീയുടെ ഡ്രസ് കോഡ്, മുസ്ലിം കുടുംബം, അതിനെല്ലാം തന്നെ പൈശാചികമാണ്, ഭീകരമാണ്, പിന്തിരിപ്പനാണ്. അങ്ങനെ ഏതെല്ലാം അർത്ഥത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടോ പരിഹാസങ്ങളുണ്ടോ അതെല്ലാം ഉന്നയിക്കപ്പെട്ടുകൊണ്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. സത്യത്തിൽ മറുപക്ഷത്ത് നമുക്ക് പറയാനുള്ളത് ഇത്ര ഇസ്ലാം മനോഹരമാണ്, സുന്ദരമാണ്, ഇസ്ലാം എത്ര ഹൃദ്യമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീ, ഇസ്ലാമിലെ കുടുംബം, ലോകത്ത് ഇസ്ലാമോഫോബിയ കാലഘട്ടത്തിൽ പോലും ഇസ്ലാമിന്റെ അതിജീവനത്തിന് ഏറ്റവും വലിയ അതിശക്തി ഇസ്ലാമിലെ കുടുംബ, ഇസ്ലാമിന്റെ ആ ഫാമിലി സിസ്റ്റം, കുടുംബ സംവിധാനം, അതാണെന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു 10-15 വർഷം മുമ്പ് കേരളത്തിൽ ഒക്കെ തുടങ്ങി വെച്ച വലിയൊരു വിവാദ, ഒരു എന്താ പറയുക, ഇസ്ലാമോഫോബിന്റെ ഒരു വലിയ വ്യാഖ്യാനമായിരുന്നു ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ശരിക്ക് ഒരു ലവ് ഇസ്ലാം ഉണ്ട് എന്ന്, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്നില്ലെങ്കിലും ലവ് ഇസ്ലാം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ ലവ് ഇസ്ലാം എന്ന് പറയുന്നത് മുഖ്യമായിട്ട് ഉണ്ടായത് മുസ്ലിം യുവാക്കൾ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾ, ഇവരുടെയൊക്കെ ജീവിതത്തെയും ഡ്രസ് കോഡും സംസ്കാരവും ഒക്കെ കണ്ട് ക്യാമ്പസുകൾക്കിടയിൽ ഒരുപാട് ഹൈന്ദവ ക്രൈസ്തവ പശ്ചാത്തലമുള്ള പെൺകുട്ടികൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ക്യാമ്പസിൽ കടന്നു വരുമ്പോൾ മദ്യപിക്കാത്ത, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മൈലാഞ്ചി പൈങ്കിളി പ്രകൃതം ഇല്ലാത്ത, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വൈകൃതങ്ങളില്ലാത്ത, നല്ല സദാചാരമുള്ള, ധാർമ്മികതയുള്ള, നല്ല ഉമ്മയും നല്ല ഉപ്പയും നല്ല കുടുംബ പരിഗണനയുമുള്ള
മുസ്ലിം ഇസ്ലാമിക കുടുംബ ജീവിതത്തിനും ഇസ്ലാമിക പേഴ്സണാലിറ്റിയുടെയും ഒക്കെ ആകർഷണീയതയിൽ ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് യുവാക്കൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ ശരിക്കും പറഞ്ഞ അത്തരം ഇസ്ലാം ആശ്ലേഷണം ഇസ്ലാമിക ക്രൈസ്തവ ഹൈന്ദവ പശ്ചാത്തലങ്ങളിലെ പല കുടുംബങ്ങളിൽ ഉണ്ടായ കാലഘട്ടത്തിലാണ് സത്യത്തിൽ ലവ് ജിഹാദ് എന്ന് വലിയ വിവാദം പോലും തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് ലോകത്താകമാനം, ഇവിടെ മാത്രമേ വിമൻസ് എംബ്രേസിങ് ഇസ്ലാം, ലോകം മുഴുവൻ, ലോകത്ത് മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങൾ വരെയും ഇസ്ലാമോഫോബിയ ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവിടുന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് സ്ത്രീകൾ കടന്നു വരും. വിമൻസ് എംബ്രേസിങ് ഇസ്ലാം, സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഫാത്തിമ ഹരീരിയെ പോലെ, ലോറൻ ബൂത്തിനെ പോലെ, പൂജ ലാമയെ പോലെ അത്തരത്തിലുള്ള 2-3 പുസ്തകം മലയാളത്തിൽ പോലും IPH യുവതക്കാർക്ക് 2 പുസ്തകമുണ്ട് ഇസ്ലാം സ്വീകരിച്ച പാശ്ചാത്യൻ വനിതകൾ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് പറയാം, യൂറോപ്യൻ സമൂഹത്തിൽ പോലും ഇസ്ലാമോഫോബിയ അതിഭീകരമായി ആളിക്കത്തിക്കുമ്പോഴും അതിനുണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും ഇസ്ലാമിലേക്കുള്ള ഒരു വരവാ, ഇസ്ലാമിലേക്കുള്ള ഒഴുക്കുണ്ടായത്. പ്രത്യേകിച്ചും ഇസ്ലാമിലേക്ക് വന്നൊരു സ്ത്രീകളാണ്. അവരങ്ങനെ കടന്നു വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിലെ കുടുംബം എത്ര മനോഹരമാണ്, ഇസ്ലാമിലെ ധാർമ്മികത എത്ര മനോഹരമാണ്, ഇസ്ലാമിലെ മാതാവിനെ കുറിച്ച്, ഇസ്ലാമിൽ പിതാവിനെ കുറിച്ച്, ഇസ്ലാമിൽ ഭാര്യഭർത്തൃ ജീവിതത്തെ കുറിച്ച്, ഇസ്ലാമിൽ മക്കളെ കുറിച്ച്, കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള അധ്യാപനമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ ആകർഷണീയമായി സമൂഹത്തിന് തോന്നിയത്. ഈ ഒരു ഇസ്ലാമിന്റെ ഒരുപക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടം, ഇസ്ലാമോഫോബിയ കാലഘട്ടത്തിൽ ഇത്തരമൊരു വിഷയം പോലും സംസാരിക്കുന്നതിന് പ്രസക്തി പോലും ഞാൻ വിശ്വസിക്കുന്നത് ഇസ്ലാമിലെ കുടുംബത്തിന്റെയും ഇസ്ലാമിലെ സ്ത്രീ പുരുഷ ധാർമ്മികതയും ഇസ്ലാമിക മൂല്യങ്ങളും വെച്ചുകൊണ്ട് സത്യത്തിൽ ഇന്നും ഒരു വലിയ ഇസ്ലാമിക പ്രബോധനത്തിന് വലിയ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ യൂറോപ്യൻ പശ്ചാത്തലങ്ങളിൽ ഏറ്റവും സാധ്യത ഇസ്ലാമിക കുടുംബ നിയമങ്ങൾക്കാണ്, ഇസ്ലാമിക ശരിയായത്തിനാണ്. ബ്രിട്ടനിലെ കാൻഡർബറിയിലെ ആർച്ച് ബിഷപ്പ് പോലും പറയുന്നത് ബ്രിട്ടന് UK ശരിക്കും ഇസ്ലാമിക ശരിയായത്ത് വേണമെന്നാണ്. ഞങ്ങളുടെ കുടുംബഘടന പിടിച്ചു നിർത്താൻ, ഞങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ പരിഗണിക്കപ്പെടണമെങ്കിൽ, ഭാര്യഭർത്തൃ ജീവിതത്തിന്റെ ആ ധാർമ്മികത നിലനിൽക്കണമെങ്കിൽ, കുട്ടികൾ വിശുദ്ധമായി നയിക്കണമെങ്കിൽ ശരിക്കും ഇസ്ലാമിക ശരിയായത്ത് ബ്രിട്ടൻ ആവശ്യമുണ്ട് എന്നാണ് അവിടുത്തെ ആർച്ച് ബിഷപ്പ് പോലും പറയുന്നത്. ഇന്ന് യൂറോപ്യൻ പശ്ചാത്തലങ്ങളിൽ വരെ ഇസ്ലാമിനോടുള്ള ആ ഇഷ്ടം കൂടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇസ്ലാമിലെ കുടുംബ ജീവിതം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് എന്ന അധ്യായമുണ്ട്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യസേന. ലോകത്ത് ഇത് ജാഉക്കും മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും വഇദ സാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതظنون ബില്ലാഹി ദുനൂൻ. എല്ലാ ശത്രു, മേലെ നിന്ന് ശത്രു, പിന്നിൽ നിന്ന് ശത്രു, എല്ലായിടത്തും ശത്രു. അവിടെ നിന്ന് അങ്ങോട്ട് പേടിച്ചിട്ട് കണ്ണുകൾ തുറിച്ചുപോയി, ഹൃദയങ്ങൾ നെഞ്ചിലേക്കാണ് കേറി വന്നു. എന്താണ് ഈ കാണുന്നത് അള്ളാഹുവേ? എവിടെ നോക്കിയാലും ഇസ്രയേലും ഫലസ്തീനിൽ അറബ് മുസ്ലിം നാടുകളിൽ നമ്മുടെ രാജ്യത്ത് എന്നും എപ്പോഴും വഖഫ് വരുന്നു, ബാബരി മസ്ജിദ് വരുന്നു, ഇപ്പോൾ സംഭാല് വരുന്നു, ഗ്യാൻവാബി മസ്ജിദ് വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഷാഹി മധുര പള്ളി വരുന്നു, അത് കഴിഞ്ഞിട്ട് അജ്മീറിലേക്ക് വരുന്നു, ഇങ്ങനെ ബുൾഡോസർ വരുന്നു. നിരന്തരം ശത്രുപക്ഷത്തുനിന്നും ഇസ്ലാം വിരുദ്ധമായ ഒരു വല്ലാത്ത ഒഴുക്ക് എല്ലാ ഭാഗത്തും മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനെതിരിലുള്ള കൊടുങ്കാറ്റുകൾ കടന്നു വരുമ്പോൾ ഇത് ജാഉക്കും മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും, ശത്രു മേലെ നിന്ന് വരുന്നു, ശത്രു ഇവിടെ നിന്ന് വരുന്നു. ബനു ഖുറൈള, ബനു ഖൈനുഖാ, ബനു നളീർ, ഖുറൈശികൾ, ഗത്ഫാൻ ഗോത്രം എല്ലാവരും മദീനയെ വലഞ്ഞ് മദീനയെ കൊണ്ട് ഭസ്മീകരിച്ച് കത്തിച്ചു കളയുമെന്നർത്ഥത്തിൽ എല്ലാ ഭാഗത്തും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വലിയ ആരവം മുഴക്കിയുള്ള വരവിനെയാണ് സൂറത്തുൽ അഹ്സാബിൽ കാണിക്കുന്നത്. പക്ഷെ സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു അതിന് നൽകുന്ന 2 പ്രതിരോധ. ഒന്ന്, ഈ ശത്രുവിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് സത്യവിശ്വാസ രംഗത്ത് വലമ്മ റഅൽ മുഅ്മിനൂന അൽ അഹ്സാബ് ഖാലു ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു മാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ. എല്ലാ ഭാഗത്തും ശത്രു വന്നു, വലിയ ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങൾ ഉന്മൂലനം ചെയ്യും എന്ന അവസ്ഥ വരുമ്പോൾ പോലും അവർക്ക് ഈമാൻ വർദ്ധിക്കുക ചെയ്തത്, അവർക്ക് ശക്തി വർദ്ധിക്കുക ചെയ്തത്, അവർക്ക് കരുത്ത് വർദ്ധിക്കുക ചെയ്തത്. ഇതൊരു പ്രതിരോധത്തിന്റെ ഏതോ അർത്ഥത്തിലെ ശക്തമായ രീതിശാസ്ത്രമാണ്. അതേ വിശുദ്ധ സൂറത്തുൽ അഹ്സാബിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്തെന്നറിയോ? വഖർന ഫീ ബുയൂത്തികുൻ വലാ തബറജ്ന തബറജൽ ജാഹിലിയ്യത്തിൽ ഊല. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാര്യഭർത്തൃ ജീവിതം, നിങ്ങളുടെ പ്രവാചകരെ ഖുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. അതായത് അഹ്സാബിന്റെ ശത്രുവിന്റെ നാനാഭാഗത്തുനിന്നും ആക്രമണം നടക്കുമ്പോൾ പോലും പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് നൽകുന്ന പ്രതിരോധ പാഠങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ ഈ ശത്രുവിനെതിരെ ധീരമായി നിങ്ങൾ പോരാട്ട ഭൂമിയിൽ അണിചേരുക എന്ന് തന്നെയാണ്, ഇറങ്ങി വരിക എന്നതാണ്.
രണ്ടാമത്തെ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ ഉൾപ്പെടുന്ന സ്ത്രീ പുരുഷ ബന്ധം. സ്ത്രീ പുരുഷ ബന്ധം വളരെ പ്രധാനപ്പെട്ട സ്ത്രീ പുരുഷ ബന്ധം, എത്തിക്സ്, മൊറാലിറ്റി, ധാർമ്മികത. അതുകൊണ്ട് നിങ്ങളുടെ പക്ഷെ ഫല തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങളുടെ സംസാരത്തിൽ കൊഞ്ചിക്കൊഴിയാത്ത, നിങ്ങളുടെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ഇഖ്തിലാത്ത്, ആൺ പെൺ സൗഹൃദങ്ങളുടെ കൂടിച്ചേരുകളുടെ, ഔറത്ത്, വേഷവിധാനങ്ങളുടെ, അങ്ങനെ ഇസ്ലാമിന്റെ സദാചാര പാഠങ്ങൾ, ഇസ്ലാമിന്റെ പ്രതിരോധ പാഠങ്ങൾ, ഇസ്ലാമിന്റെ സദാചാര പാഠങ്ങൾ തീർത്തു വെച്ചുകൊണ്ടാണ് സൂറത്തുൽ അഹ്സാബ് സംസാരിക്കുന്നത്. സൂറത്തുൻ നൂർ, സൂറത്തുൻ അൻസൽനഹ വഫറദ്നഹ വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്ത്, ഇതൊരു അധ്യായമാണ്. സൂറത്തുൻ നൂർ, അല്ലാഹു വെളിച്ചം, ഈ ഭൂമിയിൽ അല്ലാഹു വെളിച്ചം. സൂര്യൻ, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശഭൂമികൾ വെളിച്ചമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ നിയമങ്ങൾ ആകാശഭൂമികളിലെ വെളിച്ചമാണ്. മസലു നൂരിഹി കമിഷ്കാത്ത്, അതങ്ങോട്ട് പറഞ്ഞു പോയി കുറെ സമയം എടുക്കുന്നു, ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് സൂറത്തു നൂറും നേർക്കുനേരെ പറഞ്ഞ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ പറഞ്ഞ സൂറത്തുകൾ, അതിൽ അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദൻ മിൻഹുമാ മിഅത ജൽദ വലാ തഅഖുദുകും റഅഫത്തും ഫീ ദീനില്ലാ, വ്യഭിചരിച്ചാണ്, വ്യഭിചരിച്ച പെണ്ണ് അടിക്കണം അവരെ. ഫൽയശഹദ അദാബഹുമാ ത്വായിഫത്തു മിനൽ മുഅ്മിനീൻ, ആ ശിക്ഷയെ ഒരു സമൂഹം കാണട്ടെ. വേശ്യയെ, വ്യഭിചാരത്തെ കുറിച്ച് അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയ വസ്സാനിയത്തു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്കിൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ, അധാർമിക ജീവിതത്തെ അതിശക്തമായി വിമർശിക്കുന്ന സൂറത്തുൻ നൂർ. അതിന്റെ എല്ലാ വിശദാംശങ്ങളും സൂറത്തുൻ നൂറിൽ. പക്ഷേ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ആരോപണങ്ങൾ, അവിടുത്തെ വേഷവിധാനങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ച്, പരസ്പര വീടുകളിൽ പോലും യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂത്തിക്കും എന്ന് പറഞ്ഞ മറ്റൊരു വീട്ടിൽ കയറുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട മര്യാദകളെല്ലാം ഉൾപ്പെടുന്ന വിശാലമായ നിയമങ്ങൾ സൂറത്തുൻ നൂറിൽ പറയുന്നുണ്ട്. അപ്പൊ സൂറത്തുൽ അഹ്സാബ്, സൂറത്തുൻ നൂർ, ഇതിലെല്ലാം തന്നെ പറയുന്നത് നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ ധാർമ്മിക ജീവിതം, നമ്മുടെ സ്ത്രീ പുരുഷ ബന്ധം, നമ്മുടെ സദാചാര മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. സൂറത്തുൽ ബഖറ ശരിക്കും മക്കയിൽ നിന്ന് മദീനയിലെത്തി. മുസ്ലിം സമൂഹം മക്കയിൽ നിന്ന് മദീനയിൽ നീണ്ട 13 വർഷക്കാലത്തെ ജീവിതം മക്കയിൽ, അവിടുന്ന് ഹിജറ കഴിഞ്ഞ് മദീനയിൽ എത്തുകയാണ്. ആ മദീനയിൽ എത്തിയ ഉടൻ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയിൽ പോലും നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ആ സൂറത്തുൽ ബഖറയിൽ പോലും ശരിക്കും ഒരു 10-40 ആയത്ത് കഴിഞ്ഞാൽ വലാ തൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിൻ വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിൻ വലാ അമത്തും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ ഔ വലൗ അഅജബക് വലാ അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലൗ അഅജബക്. തിരിച്ചും മറിച്ചും നിങ്ങൾ വിവാഹം കഴിക്കുമ്പോഴേ, കുടുംബജീവിതം നയിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ആദർശ ബോധമുള്ള ആണും പെണ്ണും നമ്മൾ വിവാഹം കഴിക്കട്ടെ. പൈസയും പണവും സൗന്ദര്യവും വെളുപ്പും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ശരീര ഭംഗിയോ ഭൗതിക ഭംഗിയോ അല്ലെങ്കിൽ ആഡംബര അലങ്കാര അഹങ്കാര ജീവിതത്തിന്റെ ഉടയാടകളോ അത്തരത്തിലുള്ള കോസ്മെറ്റിക്കുകളോ അത്തരം പുട്ടിയിട്ട മുഖങ്ങളോ ഏതെങ്കിലും വേഷവിധാനങ്ങളിലോ ഒന്നും അല്ല, മതിമറന്നല്ല നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. കുടുംബജീവിതം നയിക്കേണ്ടത് ആദർശമാണ്. വല അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വല അമത്തും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ. ഒരു അടിമയായ ഒരു വിശ്വാസിയാണ് യഥാർത്ഥത്തിൽ ആദർശബോധമുള്ള, ദീനിബോധമുള്ള ഒരു അടിമയാണ് എല്ലാമുള്ള സമ്പത്തും സൗകര്യമൊക്കെ ഉള്ള ആളുകളെക്കാൾ നിങ്ങൾക്ക് ഉത്തമം. ഒരു പെൺകുട്ടി, അടിമ പെൺകുട്ടി ആയിക്കോട്ടെ, ആദർശബോധം ദീനിബോധമുള്ളവരാണെങ്കിൽ അതിനാണ് മഹത്വം കൊടുക്കേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ വിവാഹ ജീവിതം ശരിക്കും സൂറത്തുൽ ബഖറ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? വിവാഹം കഴിക്കേണ്ടത് ആരെയാണെന്ന് പറഞ്ഞ ചർച്ച മുതല് വിവാഹം കഴിക്കേണ്ടത് ആരെയാണ് എന്നതാണ് ചർച്ച തുടങ്ങിയിട്ട് പിന്നെ പറഞ്ഞവര് നിക്കാഹ് എന്താണ്, ആ നിക്കാഹ് മുന്നോട്ട് പോകുമ്പോൾ ഗർഭം എന്താണ്, ഗർഭത്തിന്റെ പ്രത്യേകത എന്താണ്, പ്രസവം എന്താണ്, ആ പ്രസവിച്ചാൽ പോലും വൽ വാലിദത്തു യുർളിഉന ഔലാദഹുൻ ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ യുത്തിമ്മ റളഅ. പ്രസവിച്ച ഉമ്മമാരെ കുട്ടികൾക്ക് മുലയൂട്ടണം. അത് 2 വർഷം വരെ മുലയൂട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ മുലയൂട്ടിക്കോ. ഇനി അതിനു മുമ്പ് മുലയൂട്ടാൻ കഴിയാത്ത വിധം നിങ്ങൾ ആണും പെണ്ണും തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കം സംഭവിച്ചാൽ പോലും നിങ്ങൾ ഭർത്താവ് ചെലവിന് പൈസ കൊടുത്തിട്ടാണെങ്കിലും എന്ന് പറഞ്ഞിട്ട് മുലയൂട്ടിക്കണം എന്ന് പറഞ്ഞിരുന്ന മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞിട്ട് ഇനി തലാക്ക്, അത്തലാക്ക് മറത്താൻ, തലാക്ക് പോലും, ആ തലാക്കിന്റെ രീതിശാസ്ത്രം പോലും, ആ തലാക്ക് അങ്ങോട്ട് പോയിട്ട് അതിന്റെ തന്നെ ബി ഇംസാക്കിൻ ബി മഅറൂഫ് ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ. ശരിക്കും നിക്കാഹൊക്കെ നടത്തുമ്പോ ശരിക്കും പറഞ്ഞാൽ നടത്തുന്ന വിവാഹത്തിൽ നടത്തുന്ന പ്രയോഗം പോലും എന്ത് മനോഹരമെന്നറിയോ? സവ്വജതുക വഅൻകഹതുക ബിന്തി അലാ മാ അമറല്ലാഹു ബി ഇംസാക്കിൻ ബി മഅറൂഫ് ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ. എന്താ വിവാഹം കഴിക്കും, അതെ ഒന്നുകിൽ വളരെ മാന്യമായി എന്റെ മകളെ നീ ഏറ്റെടുക്കണം,
ശരിക്ക് വിവാഹത്തിന്റെയൊക്കെ കുടുംബ ജീവിതത്തിന്റെ ഓരോ ആയത്തുകൾ, ഓരോ പ്രയോഗങ്ങൾ, ഓരോ വാക്കുകൾ, ഓരോന്ന് പരിശോധിച്ചാൽ നിങ്ങൾ അറിയാതെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകും. ഓരോരോ നിയമങ്ങളും ഒരുപക്ഷെ സൂക്ഷ്മമായി പഠനം നടത്താത്ത ഉപരിപ്ലവമായി പഠിക്കുന്ന ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാകാം. ഇസ്ലാമിലെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഭാര്യ ഭർത്തൃ ജീവിതവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുടുംബ നിയമവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളെ അതിന്റെ ഉപരിപ്ലവമായി ബാഹ്യമായി പരിശോധിക്കുമ്പോൾ അതിൽ സ്ത്രീ വിരുദ്ധത തോന്നുന്ന ആളുകളുണ്ട്. അതിൽ അതിൽ ഏതോ അടിമത്വം തോന്നുന്ന ആളുകളുണ്ട്. അതിൽ ഏതോ അർത്ഥത്തിലൊക്കെ ഉള്ള ഒരു 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 തരം എന്താ പറയാ ഒരു ടോട്ടാലിറ്റേറിയസത്തിന്റെ അതായ തലങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായിട്ട് ഓരോ ആയത്തുകളെയും ഓരോ പ്രയോഗങ്ങളെയും സൂക്ഷ്മമായി പരിശോധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആനിലെ ഓരോരോ പ്രയോഗങ്ങൾ. ഇപ്പൊ തന്നെ വിവാഹം കഴിക്കുമ്പോൾ പോലും പറയുന്ന പ്രയോഗം എന്താ? ഒന്ന് വിവാഹം ആണ് പെണ്ണിന്റെ കഴുത്തിൽ, പെണ്ണ് ആണിന്റെ കഴുത്തിൽ മാല ചാർത്തിയുള്ള വിവാഹമല്ല ഇസ്ലാമിൻ്റെത്. മറിച്ച് ഒരു പിതാവ് വലിയ ആ പിതാവാണ് സ്വന്തം മകളുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നത്. ആ നടത്തിക്കൊടുക്കുന്നത് എന്റെ മകളെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. സവ്വജത്തുക വഅൻകഹതുക അലാ മാ അമറല്ലാഹു ബിഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഒന്നുകിൽ എന്റെ മകളെ വളരെ മാന്യമായി നീ ഏറ്റെടുക്കണം. ബിഇംസാകിൻ ബിമഅറൂഫ്, വളരെ മാന്യമായി എന്റെ മകളെ നീ ചേർത്ത് നിർത്തണം. ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, ഇല്ലേ വളരെ മാന്യമായി നീ ഒഴിവാക്കിക്കോ. അപ്പോൾ വിവാഹം എന്ന് പറയുന്ന കടമ പറയുമ്പോൾ പോലും ഒന്നുകിൽ നീ വളരെ മാന്യമായി എന്റെ മകളെ നീ ഏറ്റെടുക്കണം. ആ ഒരു കരാറാ കൈ കൊടുക്കല്. അവിടെയാണ് ആ നിങ്ങളുടെ മകളെ ഖബിൽതു മിൻക നിക്കാഹ, നിങ്ങളുടെ മകളെ ഞാനിതാ അവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനില് ഭർത്താവിന് നൽകിയ പേര് മുഹ്സിൻ എന്ന. മുഹ്സിൻ അല്ല, മുഹ്സിൻ. ശരിക്കും മുഹ്സിൻ എന്ന പദത്തിനർത്ഥം എന്താ പറയാ കോട്ട കെട്ടി സംരക്ഷിക്കുന്നവെന്നർത്ഥം. ശരിക്കും ഭർത്താവിന് ഭാര്യ എന്നത് രാജകുമാരിയാണ്. നമ്മുടെയൊക്കെ ഭാര്യമാരെ ഇസ്ലാം പ്രയോഗിച്ചത് രാജ്ഞി എന്ന, രാജകുമാരി എന്ന. ഓരോ സ്ത്രീയും സ്വന്തം ഭർത്താവിനെ രാജാവായി കാണണം. എന്റെ ഭർത്താവ് അതാരായിക്കോട്ടെ, ഏത് തൊഴിൽ ചെയ്യുന്നവരാകട്ടെ, ആരാകട്ടെ, അവന്റെ ശരീരവും അവന്റെ തൊഴില്, അവന്റെ ജീവിതം, അവന്റെ ചേല് കോലം എന്ത് കണ്ടാലും ഏതൊരു സ്ത്രീയും സ്വന്തം ഭർത്താവിനെ കാണേണ്ടത് എന്റെ രാജാവാണ് എന്റെ ഭാര്യ എന്ന, എന്റെ രാജാവാണ് എന്റെ ഭർത്താവ് എന്നാണ് ഏതൊരു സ്ത്രീയും വിചാരിക്കേണ്ടത്. നേരെ തിരിച്ച് അതോടുകൂടിയിട്ട് സ്വന്തം ഭാര്യ രാജകുമാരിയെ കൊണ്ടു നടക്കുന്നത് പോലെ എന്റെ രാജകൊട്ടാരത്തിൽ മുഹ്സിനീൻ ഹിസ്നുൻ ഹസീൻ മുഹ്സിനീന ഗൈറു മുസാഫിഹീൻ, നിങ്ങൾ ഈ ആയത്തൊക്കെ കേട്ടിട്ടില്ലേ? വൽ മുഹ്സനാത്തു മിനൻ നിസാ വൽ മുഹ്സനാത്തു മിനൻ നിസാ, സ്ത്രീകളിൽ നിന്നും യഥാർത്ഥത്തിൽ സുമംഗലികൾ എന്ന് പറയുന്നത് വിവാഹിതരായ സ്ത്രീകൾക്ക് ഖുർആൻ നൽകിയ പ്രയോഗം മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവ് കെട്ടിയ വലിയ കൊട്ടാരം. വീട് മാത്രല്ലത്, ഭർത്താവിന്റെ സ്നേഹക്കൊട്ടാരം, ഭർത്താവിന്റെ സംരക്ഷണ കൊട്ടാരം, ഭർത്താവിന്റെ പരിഗണനയുടെ കൊട്ടാരം, ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് രാജകൊട്ടാരം പോലുള്ള സ്നേഹത്തിന്റെ രാജകൊട്ടാരം, ഇഷ്ടത്തിന്റെ രാജകൊട്ടാരം, പ്രണയത്തിന്റെ രാജകൊട്ടാരം. നിങ്ങളുടെ വീട് പ്രണയത്തിന്റെ രാജകൊട്ടാരമായിരിക്കണം. നമ്മുടെ വീട്ടിനകത്ത് ശരിക്ക് പറഞ്ഞാൽ പ്രണയത്തിന്റെ രാജകൊട്ടാരമായി, രാജകുമാരിയായി ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നതിനാണ് ഖുർആൻ മുഹ്സിനീൻ മുഹ്സനാത്ത് എന്ന് പ്രയോഗിച്ചു പോലും. അതുകൊണ്ട് കുടുംബ ജീവിതം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ, ആ നിയമങ്ങളുടെ അളവും തോതും നിങ്ങൾ പരിശോധിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നിക്കാഹിനെ കുറിച്ച്, ഗർഭത്തെക്കുറിച്ച്, പ്രസവത്തെക്കുറിച്ച്, മുലയൂട്ടലിനെ കുറിച്ച്, ആ മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായാൽ അതുപോലും കൈകാര്യത്തിനെ കുറിച്ച്, ഇനി വിവാഹത്തിന് വല്ല പ്രശ്നം പറ്റിയാൽ അവിടെ ഉണ്ടാകുന്ന ത്വലാഖിനെ കുറിച്ച് ഖുർആൻ എത്രയാ സംസാരിക്കുന്നത്? അത് തലാഖ് എങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലത്. ശരിക്കും തലാഖിന്റെ നിയമം പോലും, അതിന്റെ സങ്കീർണത പോലും ഒരു ഭാര്യഭർത്തൃ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത വിധത്തിൽ സംരക്ഷിക്കുവാനുള്ള എല്ലാ നിയമങ്ങളും പറഞ്ഞിട്ട് അതിന് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ക്ഷതം സംഭവിച്ചാൽ അതിനൊരു സേഫ്റ്റി വാൽ, ത്വലാഖ് എന്ന പത്രത്തിന്റെ രക്ഷപ്പെടല, ആണ് രക്ഷപ്പെടുന്ന, പെണ്ണ് രക്ഷപ്പെടുന്ന. അതായത് ജീവിതത്തിൽ ഒരു പ്രഷർ കുക്കറിൽ സേഫ്റ്റി വാൽവ് ഉള്ളത് പോലെ ജീവിത പ്രഷർ കുടുങ്ങിയിട്ട് ഏതെങ്കിലും അവിടെ ഗ്യാസ് പൊട്ടി മരിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല എന്നർത്ഥത്തിൽ അവർക്ക് രക്ഷപ്പെടല ത്വലാഖിനെ കുറിച്ച്. ആ ത്വലാഖിന്റെ പോലെ മെത്തഡോളജി നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ. ഖുർആനില് ത്വലാഖ് നടത്തുന്നത് എങ്ങനെയെന്നൊരു ആയത്തുണ്ട്. ആ അത്തലാഖു മറത്താൻ എന്ന് പറഞ്ഞിട്ട് ആ പഠിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ. മൊഴി ചൊല്ലുക, അത് ശുദ്ധികാലഘട്ടം മൊഴി ചൊല്ലുക. ആ മൊഴി ചൊല്ലിയ ഭാര്യ പിന്നെയും ഇദ്ദ കാലയളവുകളിൽ സ്വന്തം ഭർത്താവിന് വീട്ടിൽ താമസിക്കാതെ, ഇദ്ദ എന്ന പദത്തിന് അർത്ഥം അറിയോ? ഇദ്ദ ഓരോ നെക്കഹയുടെ അർത്ഥം അറിയോ? സിവാജിന്റെ അർത്ഥം അറിയോ? നെക്കഹ എന്ന പദത്തിനർത്ഥം സവ്വജ. ഓരോ വാക്കിൽ തനാക്കഹത്തിൽ അസ്ജാറു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ശരിക്കും രണ്ട് മരങ്ങള്, ആ മരങ്ങൾ പടർന്നിട്ട് രണ്ട് വിത്തായിരിക്കും, രണ്ട് തണ്ടായിരിക്കും. പക്ഷെ അത് വളർന്നിട്ട് അതങ്ങോട്ട് പടർന്നിട്ട് അതങ്ങോട്ട് പന്തലിച്ചിട്ട് അതങ്ങോട്ട് ഇലച്ചിട്ട് അതങ്ങോട്ട് പൂത്തിട്ട് അതങ്ങോട്ട് പരസ്പരം ചേർന്നിട്ട് ഈ കാട്ടിൽ ചെന്നാൽ ചില മരങ്ങൾ കാണാം. ആ മരം, ഒരു മരം അവിടെ നിന്നും ഒരു മരം ഇവിടെ നിന്ന് വളരാം. പക്ഷെ വളർന്ന ആകാശത്തേക്ക് എത്തുമ്പോൾ അതങ്ങോട്ട് ചേർന്നിട്ട് ഈ മരത്തിന്റെ ചില്ലകളും ഇതിന്റെ ഇലകളും ഇതിന്റെ ഫലങ്ങളും ആ മരത്തിന്റെയാണോ ഈ മരത്തിന്റെ അറിയാത്ത വിധത്തിൽ ചുറ്റിപ്പിണഞ്ഞ് ചേരുന്ന മരങ്ങൾക്കാണ് തനാക്കഹ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ ഭാര്യ ഭർത്തൃ ജീവിതം അങ്ങനെയായിരിക്കണം. സവ്വജ യുസവ്വിജു തസ്വീജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആണും പെണ്ണും ഒന്നാവുന്നതിനാ. ആണും പെണ്ണും സയാമിസ് ഇരട്ട എന്ന് പറയില്ലേ, ശരിക്ക് ചില കുഞ്ഞുങ്ങൾ പ്രസവിക്കാൻ ഇരട്ട. ഇതുപോലെ ഞാനും എൻ്റെ ഇണയും, നമ്മൾ ഇണകൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ 1+1 ഇമ്മിണി വലിയ 1 എന്ന് പറയുന്നത് ശരിക്കും വിവാഹ ജീവിതത്തിന്റെ ഗണിതശാസ്ത്ര. ആണും പെണ്ണും കല്യാണം കഴിച്ചാൽ എന്റെ നിന്റെ എന്ന് പറയുമല്ല, നമ്മുടെ, എന്റെ ഉപ്പ നിന്റെ ഉപ്പ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പ, എന്റെ വീട് നിന്റെ വീട് എന്ന് പറയുന്നത് നമ്മുടെ വീട്, എന്റെ നിന്റെ എന്ന് പറയാം ഞാനും നീയും, നമ്മൾ, എനിക്ക് നീ നിനക്ക് ഞാൻ, എനിക്ക് നീ നിനക്ക് ഞാൻ, ജീവിതത്തിൽ നിനക്ക് ഞാൻ എനിക്ക് നീ എന്നർത്ഥത്തിൽ ആണും പെണ്ണും ഒന്നാകുന്നതിനാണ് തസ്വീജ് എന്ന് പറയുന്നത്, നിക്കാഹ് എന്ന് പറയുന്നത്. ഓരോ മുസാഹർത്ത് സിഹിർ എന്ന് പറയുന്നത്, മറ്റേ സിഹറല്ല, സിഹിർ, സിഹ്റൻ നസബം വസിഹ്റ. ശരിക്കും രണ്ട് ലോഹങ്ങൾ ഉരുക്കി മൂന്നാമത് ലോഹം ഉണ്ടാക്കുന്നതിനാണ് ശരിക്ക് മുസാഹർത്ത് എന്ന് പറയുന്നത്. ആണും പെണ്ണും രണ്ട് കുടുംബത്തെ ജീവിച്ച് രണ്ട് വീട്ടിൽ നിന്ന് വന്ന രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന ആണും പെണ്ണും ഒന്നായി മാറുന്ന, ഒന്നായി ഉരുകി ഉരുകി രണ്ടുപേരും ഒന്നായി തീരുന്നതിനാണ് യഥാർത്ഥത്തിൽ സിഹിർ എന്ന് പറയുന്നത്. അപ്പോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നിക്കാഹ്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സിവാജ്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നസബം വസിഹറ, സിഹിർ എന്ന പ്രയോഗം, ഇതെല്ലാം ഓരോ പദങ്ങളിൽ വരെ മാസ്മരികതയുണ്ട്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടും ഖുർആൻ പ്രയോഗിച്ച ഓരോ പ്രയോഗങ്ങൾക്കും അതിൽ നിന്ന് തന്നെ ഇസ്ലാമിന്റെ വിവാഹ കുടുംബത്തിന്റെ സൗന്ദര്യവും ശക്തിയും ഖുർആനിന്റെ ഓരോ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാനാണ്. നമ്മുടെ ഓരോ പ്രയോഗങ്ങളിലെയും, ഞാൻ മുഹ്സിനീന മുഹ്സനാത്ത് എന്ന പ്രയോഗം പറഞ്ഞിട്ടാ പറഞ്ഞത്, ഓരോ പ്രയോഗങ്ങളും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ പോലും, നേരത്തെ പറഞ്ഞല്ലോ തൊലാഖ്, ഈ തലാഖ് മുന്നോട്ട് ഹുൽ, ഫസ്ഹ്, അങ്ങനെ ഓരോ നിയമങ്ങൾ, ഹുൽ, ഫസ്ഹ്, ഇദ്ദ, ഇദ്ദ എന്ന് പറയുമല്ലോ, ശരിക്കും എണ്ണി 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 എണ്ണി, ആ വാക്കിനർത്ഥം എണ്ണി എണ്ണി എണ്ണി. ശരിക്കും ഒരു ഭർത്താവ് ഭാര്യയെ വിവാഹമോചനം ചെയ്താൽ ശുദ്ധി കാലഘട്ടത്തിൽ അത് ചെയ്യാവൂ. ആ കാലഘട്ടത്തിൽ ഈ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണം, പുറത്തു പോകാൻ പാടില്ല. എന്തിനത്? വിവാഹം ഒഴിവാക്കിയിട്ട് പോലും ഒഴിവാകാതിരിക്കാൻ ഒരു ആണിന്റെ മനസ്സിൽ കിടന്ന് തോന്നണം, പ്രശ്നം എന്റെ വൈഫാണല്ലോ, എന്റെ കുട്ടികളുടെ ഉമ്മയാണല്ലോ, സത്യത്തിൽ ഞങ്ങളിനി വേർപിടയാൻ പോവാണല്ലോ, ഇത് വേണോ വേണോ വേണോ, ഇങ്ങനെ ഒരു പുരുഷന്റെ മനസ്സിനെ ഇങ്ങനെ ഹണ്ട് ചെയ്യണം. നേരത്തെ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുകയാണ്, അല്ലെങ്കിൽ നേരത്തെ സ്ത്രീയുടെ മനസ്സിൽ എന്റെ ഭർത്താവ് ഞാനിന്നൊരു ബന്ധം അവസാനിക്കുകയാണ്, ഇന്ന കാരണം കൊണ്ടാണ്, ഇന്ന പ്രശ്നം കൊണ്ടാണ്, ഈ കാരണം കൊണ്ട് ബന്ധം ഒഴിഞ്ഞു പോകണോ വേണ്ടോ, മക്കള് അനാഥകളാവൂട്ടെ, കുട്ടികൾ പ്രശ്നമാവില്ലേ, രണ്ട് കുടുംബങ്ങൾ പെണ്ണില്ലേ, സമൂഹം അറിയില്ലേ, എന്റെ ജീവിതം, ഇങ്ങനെ ഓരോ ദിവസം പെണ്ണിന്റെ ഹൃദയത്തിൽ എണ്ണി എണ്ണി അവളുടെ ഉറക്കം പോലും കിട്ടാതെ മനസ്സ് വെന്ത് നീറി ആ വിവാഹത്തിൽ തിരിച്ചു വരാൻ വേണ്ടി ഇദ്ദ എന്ന കാരണം, ഇദ്ദ എന്ന പത്ര അർത്ഥം പോലും അതാ. അപ്പൊ വിശുദ്ധ ഖുർആനിൽ വിവാഹ കുടുംബ ജീവിതവുമായി പഠിപ്പിച്ചിട്ടുള്ള ഓരോ വാക്കുകളിൽ പോലും അത് നിക്കാഹാകാം, അത് തൊലാഖാകാം, അത് ഹുൽ ആകാം, അത് ഫസ്ഖാകാം, അത് ഇദ്ദയാകാം, ഇങ്ങനെ തുടങ്ങുന്ന ഓരോ പദങ്ങളും നിങ്ങൾ പരിശോധിച്ചു വിശുദ്ധ സൂറത്തുൽ തൗബയില് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറയുന്നുണ്ട്. ഈ വിശദമായി പറയുന്നത് തലാഖ് ഇങ്ങനെ ചൊല്ലിക്കോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയോ ആ ശൈലി പോലും അല്ലത്. ഒരുപക്ഷെ തലാഖ് 2 വട്ടം ചൊല്ലി എന്നിട്ട് വീണ്ടും തിരിച്ചെടുക്കാന്നൊക്കെ കേൾക്കുക ഒരു ഫിഖഹിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അശ്ലീലായിട്ട് തോന്നും. ഒരാള് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവളെ തലാഖ് ചൊല്ലി, എന്നിട്ട് വീണ്ടും അവളെ കല്യാണം കഴിച്ചു, വീണ്ടും ഒഴിവാക്കി, ഇനി വേറൊരാള് കല്യാണം കഴിച്ചിട്ട് ഒഴിവാക്കേണ്ടി കെട്ടിക്കോ എന്ന് കേൾക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നിയമത്തിന്റെ ഭാഷ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു വല്ലാത്ത അശ്ലീലം തോന്നും. സത്യത്തിൽ അതിന്റെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ശരിക്കും ആ കാലഘട്ട വിവാഹമോചനമൊക്കെ ധാരാളമായി നടക്കുന്ന ഒരു സമൂഹത്തിൽ സംഭവിക്കാവുന്ന ചില പ്രത്യേക, അവിടെ പോലും അതിന്റെ പോലും ഒരു സൈക്കോളജി നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ 2 വട്ടം ഒഴിവാക്കിയ ഒരു പുരുഷന്റെ മനസ്സിൽ
ഒരുപക്ഷെ ആ സ്ത്രീയുടെ എല്ലാ ദൗർബല്യങ്ങളും മനസ്സിലാക്കി മറ്റൊരു വിവാഹത്തിൽ പോലും വിജയിക്കാത്ത അവസ്ഥയിൽ ഇനിയും അവൾക്കൊരു ജീവിതം കൊടുക്കാൻ അവൾ എല്ലാ ദൗർബല്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആദ്യ ഭർത്താവിന് സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയ്ക്കാണ് ആ രണ്ടാമതൊരാള് വിവാഹം കഴിച്ചിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം എന്ന നിയമം പോലും പറയുന്നത്. സൂക്ഷ്മ പരിശോധിച്ചാൽ അതിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിപ്പോ അത് പറയില്ല എന്റെ ഉദ്ദേശം. ഞാൻ പറയുന്നത് ഇസ്ലാമിലെ കുടുംബ നിയമങ്ങൾ, വിവാഹ നിയമങ്ങൾ, അത് ഇസ്ലാമിക ശരീഅത്തിലെ വലിയൊരു ഭാഗമാണ്, വലിയൊരു ഭാഗമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമസ്കാരത്തെ കുറിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി. അതിന്റെ പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ നോമ്പ്, ഹജ്ജ്, സക്ക ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിലെ ഇബാദത്ത് കാര്യങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നത് അതിന്റെ ഒന്നും ഒരു മൈക്രോ അതിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇസ്ലാമിലെ വിവാഹ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ വളരെ വിശദമായ രീതിയിൽ, വളരെ മൈക്രോസ്കോപ്പിൽ ലെവലിൽ സൂറത്തുൽ ബഖറയിലുണ്ട്, സൂറത്തുൽ നിസായിൽ വളരെ വിശദമായിട്ടുണ്ട്, സൂറത്തുൽ നിസായിൽ വളരെ വിശദമായിട്ടുണ്ട്. ഈ അനന്തരാവകാശ നിയമങ്ങൾ പോലും നിയമമായിട്ടല്ല പറയേണ്ടത്. ആ നിയമം തുടങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ നിസായില് യഥാർത്ഥത്തിൽ അനാഥകള്, വിധവകള്, സൂറത്തുൽ നിസാത്തൊന്ന് വായിച്ചു നോക്കി. കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന, അതേപോലെ തന്നെ അനാഥകളെ സംരക്ഷിക്കുന്ന, വിധവകളെ സംരക്ഷിക്കുന്ന, അനാഥകളുടെ സ്വത്തുകൾ സംരക്ഷിക്കുന്ന, ശരിക്ക് അനാഥകൾ, വിധവകൾ അങ്ങനെയുള്ള കണ്ണീരിന്റെയും വേദനയുടെയും പശ്ചാത്തലത്തിലാണ് ശരിക്കും ബഹുഭാര്യത്വത്തിന്റെ വാതിൽ പോലും തുറക്കണത്. ബഹുഭാര്യത്വ അനുവദനീയാണ്. പക്ഷെ ബഹുഭാര്യത്വത്തിന്റെ വാതിൽ മറ്റൊരു പെണ്ണിനെ കെട്ടിക്കുക എന്ന് പറയുന്ന ഒരു ശരിക്കും ആസ്വാദനമല്ല. ഇസ്ലാമിൽ ശരിക്കും രണ്ടാമത് കല്യാണം കഴിക്കൽ ഒരു സുഖം, ഒരു ആസ്വാദനമായിട്ടല്ല, റിസ്ക് ആയിട്ടാ. അത് റിസ്ക് തന്നെയാണ് കേട്ടോ, വേറെ കാര്യം. രണ്ടാമത് കല്യാണം കഴിച്ച 2 പെണ്ണ് 3 പെണ്ണെന്ന് കേൾക്കുമ്പോ അൽഹംദുലില്ലാ ഒരു പെണ്ണും 2 പെണ്ണ് കെട്ടി ഇങ്ങനെ ലഡു പൊട്ടുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ലഡു ഇപ്പൊ നാവിൽ പൊട്ടും, നെഞ്ചത്ത് ലഡു, നെഞ്ചത്ത് മറ്റത് പൊട്ടും, നെഞ്ച് പൊട്ടും രണ്ടാമത് കല്യാണം കഴിച്ചാല്. റിസ്ക് ആണത്, അതൊരു ത്യാഗാണത്, അതൊരു ബുദ്ധിമുട്ടാണത്. അങ്ങനെയാണ് ഇസ്ലാമിൽ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് പോലും. അപ്പൊ ഇസ്ലാമില് ബഹുഭാര്യത്വം എന്ന വാതിൽ തുറക്കുന്നത് പോലും, രണ്ടാമത് കല്യാണം കഴിച്ചോ എന്ന വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് പോലും സത്യത്തിൽ അനാഥകളെ പറ്റി പറഞ്ഞ്, വിധവകളെ പറ്റി പറഞ്ഞ്, അവർക്ക് അനാഥകൾ സ്വത്ത് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞ്, വിധവകൾക്ക് വീണ്ടും സാമ്പത്തികമായി മഹറിനെ പറ്റി, മഹർ ഉജൂറഹുൻ വാത്തുഹുന്ന സ്വദഖാത്തിഹിൻ വാത്തുഹുന്ന മുഹൂറഹുൻ വാത്തുഹുന്ന ഉജൂറഹുൻ, അവിടെയൊക്കെ സാമ്പത്തികമായ ഒരു സ്ത്രീയെ ഭദ്രമാക്കി ആ സ്ത്രീ സ്വതക്കാത്ത് തന്നെ തന്നെ ശരിക്കും സൗഹൃദ. അപ്പൊ മഹർ എന്ന പ്രയോഗം, അതിന്റെ അറബി പ്രയോഗം, ഖുർആനിലെ പ്രയോഗങ്ങൾ, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ മൊത്തം എത്തിക്കൊള്ളുന്നില്ല. ഞാൻ ഈ നമ്മുടെ ഇസ്ലാമിക നിങ്ങളൊക്കെ വിദ്യാസമ്പന്നരാണല്ലോ, അത്യാവശ്യം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ് എന്റെ സദസ്സ്. ശരിക്കും ഖുർആനിൽ നൽകുന്ന ഓരോ വാക്കുകളും പ്രയോഗങ്ങളും ശരിക്ക് ഈ വിവാഹം പൊളിയുന്ന വിവാഹത്തിന്റെ ഈ എന്താ പറയാ ആൺപെൺ ബന്ധത്തിന്റെ തകരാറുമായി ബന്ധപ്പെട്ട് വല്ലത്തി തഖാഫൂന നുശൂസഹുൻ ഫഇദുഹുൻ വഹ്ജുറുഹുൻ വദ്രിബുഹുൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വല്ലത്തി തഖാഫുൻ നുശൂസഹുൻ, നുശൂസ് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ ആ സംഗീതാത്മകത നടത്താം. ശരിക്കും താളലയ രാഗത്തോടെ സംഗീതാത്മകത, നശാസത്ത് നുശൂസ് എന്ന പദത്തിനർത്ഥം സംഗീതാത്മകത എന്നാ. അഥവാ ഒരു ഭാര്യ ഭർത്തൃ സംഗീതാത്മകമാണ്, വളരെ മനോഹരമാണ്, വ്യത്യസ്ത താളലയ രാഗങ്ങളോട് കൂടിയ ജീവിതമാണ്. അതിന്റെ താളത്തിന്, അതിന്റെ രാഗത്തിന്, അതിന്റെ ലയത്തിന്, അതിന്റെ എന്താ പറയാ വീണക്കമ്പികൾക്ക്, അതിന് വീണത്തമ്പുരു മീട്ടുന്ന അതിന് ഏതെങ്കിലും ഭ്രംശം നേരിടുന്നതിനാണ് ശരിക്കും സംഗീതാത്മക ജീവിതത്തിന് ഭ്രംശം നേരിടുന്നതിനാണ് ശരിക്കും ഭാര്യ ഭർത്തൃ ജീവിത തൊലാക്ക് അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങളെ പറ്റി പ്രയോഗിച്ച പ്രയോഗം നിഷൂസ് എന്ന. ജീവിതത്തിൽ ഏത് പ്രയോഗങ്ങളും നമ്മുടെയൊക്കെ ദാമ്പത്യം മനോഹരമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഭാര്യ ഭർത്തൃ ജീവിതം വളരെ മനോഹരം. ഈ ലോകത്ത് നിങ്ങളുടെ സ്വർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടാണ്. നമ്മള് ശരിക്കും വീട് എന്ന പ്രയോഗം പോലും ഖുർആനിലെ വീടിന് ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, മസ്കൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നുസുൽ എന്ന് പറഞ്ഞു, മൻസിൽ എന്ന് പറഞ്ഞിട്ട് ദാറ് എന്ന് കേട്ടോ, ദാറ്. ശരിക്കും ദാറ യുദ്ധൂറു എന്ന് പറയാൻ തന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വട്ടം കറങ്ങാൻ തന്നെ. ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങി സൂപ്പർ മാർക്കറ്റിൽ പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിൽ പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്റ്റേഡിയത്തിൽ പോയി, എവിടെ പോയാലും വീട്ടിൽ പോയാലും പോയിട്ട് വീണ്ടും വീട്ടിൽ തിരിച്ചെത്തും. വീട്ടിൽ നിന്ന് തുടങ്ങി ഓഫീസിൽ പോയി വീട്ടിലേക്ക്, അങ്ങാടി പോയി വീട്ടിലേക്ക്, എവിടെ പോയാലും വീണ്ടും ജീവിതം. രാവിലെ പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഓഫീസാകാം, സ്റ്റേഡിയം ആകാം, കളിസ്ഥലമാകാം, വിനോദസ്ഥലമാകാം, എവിടെ പോയാലും പതുക്കെ തിരിച്ചെത്തുന്ന സ്ഥലം. വീട് ചുറ്റും വട്ടം കറങ്ങുന്ന ജീവിതം. നമ്മുടെ വീട് കേന്ദ്രീകൃതമായ ജീവിതമാണ്. നമ്മുടെ കുടുംബം വീട് കേന്ദ്രീകൃതമായ ജീവിതമാണ് നമ്മുടെ എല്ലാവരും ജീവിതം. ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ നിങ്ങളുടെ വീട് തിരിച്ചെത്തണം. നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തുക.
അവിടെ എൻ്റെ ഉപ്പ ഉണ്ട്, അവിടെ എൻ്റെ ഉമ്മ ഉണ്ട്, അവിടെ എൻ്റെ ഭാര്യ ഉണ്ട്, അവിടെ എൻ്റെ ഭർത്താവുണ്ട്, അവിടെ എൻ്റെ മക്കളുണ്ട്, അവിടെ എനിക്ക് ഭക്ഷണമുണ്ട്, അവിടെ എനിക്ക് താമസമുണ്ട്, അവിടെ എനിക്ക് സമാധാനമുണ്ട്, അവിടെ എനിക്ക് സ്വസ്ഥതയുണ്ട്. ഈ ഭൂമി ലോകത്ത് ഏറ്റവും മനോഹരമായ പച്ചത്തുരുത്ത് അത് സ്വിറ്റ്സർലൻഡ് അല്ല, അത് ദാവോസ് അല്ല, അത് കശ്മീർ അല്ല, അത് അസർബൈജാൻ അല്ല, അത് ഉസ്ബെക്കിസ്ഥാൻ അല്ല. യഥാർത്ഥത്തിൽ എന്റെയും നിങ്ങളുടെ വീടാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ ടൂറിസം പ്ലേസ്. ലോകത്തെ ഏറ്റവും മനോഹരമായ ഇടം എന്റെയും നിങ്ങളുടെ വീടാ. ആ വീട്ടിനകത്തുള്ള ഉപ്പയും വീട്ടിനകത്തുള്ള ഉമ്മയും വീട്ടിനകത്തുള്ള ഭാര്യയും വീട്ടിനകത്തുള്ള ഭർത്താവും വീട്ടിനകത്തുള്ള മക്കളും ചേരുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ. ഒരിക്കലും നിങ്ങൾ ആരും വിചാരിക്കുന്നത് മൂന്നാറാണ്, കൊടൈക്കനാലാണ്, ഊട്ടിയാണ്, അതുപോലുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം മണ്ണ് എന്ന് വിചാരിക്കുക. ലോകത്തെ ഏറ്റവും മനോഹരമായ ടൂറിസം എന്ന് എൻ്റെ നിങ്ങളുടെ വീട്ടിനകമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദാറ് എന്ന പത്രർത്ഥം തന്നെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയോ തിരിച്ച് അവിടെ എത്തും. ദാറ യുദ്ധൂറു, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ റൗണ്ട് അബൌട്ടിന് ദൗവാർന്ന് പറയാം, അങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി വീട് ചുറ്റും വീട് കേന്ദ്രീകൃത ജീവിതമാണ് നമ്മുടേത്. ബൈത്ത് എന്ന് പറയാൻ രാത്രി സുഖമായി കിടന്നുറങ്ങുന്ന സ്ഥലം. നിങ്ങൾക്ക് ഏത് ഹോട്ടലിലോ ഏത് ലോഡ്ജിലോ എവിടെ കിടന്നാലും മനസ്സിന് സുഖവും സന്തോഷം സ്വന്തം വീടാ. ബാത്തബിദു ബൈത്ത്. മസ്കൻ ലിത്തസ്കുനു ഇലൈഹ. മസ്കൻ, നമ്മുടെ വീടിന്റെ പേര് മസ്കൻ എന്നാ. എന്റെ അർത്ഥം തന്നെ മനുഷ്യന് സമാധാനം സന്തോഷം കിട്ടുന്ന ഒരു ലോകം. ഒരു ലോകത്തിലെ ആണിന് ഏറ്റവും സമാധാനം സന്തോഷം കിട്ടുന്ന ലിത്തസ്കുനു ഇലൈഹ, സ്വന്തം വീടാ. അതുകൊണ്ട് സ്വന്തം വീട്, സ്വന്തം ഭവനം, അതാണ് പ്രിയമുള്ളവരെ ഈ ലോകത്ത് ഏറ്റവും. ഖുർആനിൽ തന്നെ മസ്കൻ, ദാറ്, മൻസില്. മൻസിൽ നിങ്ങൾക്ക് ഇറങ്ങി നിൽക്കാൻ, ഇറങ്ങിച്ചെല്ലാൻ എല്ലാം പറ്റുന്ന ഒരിടമാണ് നമ്മുടെ കുടുംബജീവിതം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും അതിശക്തമായ സ്രോതസ്സാണ് കുടുംബം എന്ന് പറയുന്നത്. അത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയില്, നേരത്തെ പറഞ്ഞ സൂറത്തുൽ നിസായില്, പിന്നെ അങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് സൂറത്തുൽ നൂറില്, സൂറത്തുൽ അഹ്സാബില്, സൂറത്തുൽ ത്വലാഖില്, അങ്ങോട്ട് തുടങ്ങി ഒരുപാട് സൂറകൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം നിയമങ്ങൾ. ഇപ്പൊ നമ്മള് പേഴ്സണൽ ലോ ഒക്കെ വരുമ്പോൾ നമ്മൾ പലരും അങ്ങനെ പേഴ്സണൽ ലോ വരുന്നു. ശരിക്കും പേഴ്സണൽ ലോ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് സംഘപരിവാർ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും ബാധകമാണല്ലോ. ക്രിസ്ത്യാനികൾക്കും ബാധകമാണ്, ഹിന്ദുക്കൾക്കും ബാധകമാണ്, അതുപോലെ തന്നെ പാർസികൾക്ക് ബാധകമാണ്, ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും ബാധകമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ശരിക്കും മുസ്ലിങ്ങൾക്ക് അവർ കൃത്യമായി പേഴ്സണൽ ലോ ഉള്ളൂ. ശരിക്കും അവർ കൃത്യമായി പേഴ്സണൽ ലോ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും നമ്മൾ വിചാരിക്കണം അങ്ങനെ പേഴ്സണൽ ലോ എന്ന് പറയാൻ കൃത്യമായ നിയമങ്ങൾ കൊണ്ട് ഭദ്രമല്ല. അപ്പൊ നമ്മുടെയൊക്കെ ഒരു വീട്ടിനകത്തുള്ള നിയമങ്ങൾ ഓരോന്ന് പരിശോധന. നേരത്തെ വിവാഹ നിയമങ്ങൾ, വിവാഹ നിക്കാഹുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ തൊട്ട് തുടങ്ങിയ എന്ത് നിയമങ്ങളും, മാതാപിതാക്കൾ, ഭാര്യ ഭർത്തൃ ജീവിതം, മക്കള്, എല്ലാ വിഷയത്തിലുമുള്ള ഓരോരോ നിയമങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മനോഹരമായ നിയമങ്ങൾ കൊണ്ട് സമഗ്രവും സമ്പൂർണമാണ് ഇസ്ലാമിലെ കുടുംബജീവിതം എന്ന് പറയുന്നത്. ആ കുടുംബജീവിതം എന്ന് പറയുന്ന സംവിധാനം അത് പൊളിയുക എന്ന് പറയുന്നത് അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖതഉന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ. ശരിക്കും പറഞ്ഞാൽ ആ അക്രമികൾ ആരാണെന്ന് ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ വിശുദ്ധ അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹ്, അള്ളാഹുമായിട്ടുള്ള കരാർ ലംഘിച്ചവർ, വയഖതഉന മാ അമറല്ലാഹ്, അള്ളാഹു ആവശ്യപ്പെട്ട ബന്ധങ്ങൾ മുറിച്ചവർ. ബന്ധങ്ങൾ മുറിക്കുക, അത് ശരിക്കും ബന്ധങ്ങൾ മുറിക്കുന്നത് ആരാന്ന് വിചാരിച്ചങ്ങള്? ശരിക്കും മാതാപിതാ ബന്ധം മുറിച്ചവർ, സ്വന്തം ഉമ്മയോട് നല്ല ബന്ധമില്ലാത്ത, സ്വന്തം ഉപ്പയോട് നല്ല ബന്ധമില്ലാത്ത, ഭാര്യ ഭർത്തൃ ബന്ധമില്ലാത്ത, മക്കളുമായിട്ട് ആത്മബന്ധമില്ലാത്ത, അതുപോലെ കുഞ്ഞുപ്പ അല്ലെങ്കിൽ ഇളയമ്മ, മൂത്തുമ്മ, അങ്ങനെ കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ മുറിക്കുക എന്നത് ഈ ലോകത്തൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അക്രമിയാവുന്നതിന്റെ ഒന്നാമത്തെ തുടക്കമാണ്. കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ മുറിക്കുക എന്നത്. നിങ്ങളൊക്കെ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരാ. നമ്മുടെ മാതാപിതാ ബന്ധം മുറിച്ച ഖാത്തിഉ റഹീം, ബന്ധങ്ങൾ മുറിച്ചവർ. ആ ബന്ധങ്ങൾ മുറിക്കുക എന്ന് പറയുന്നത് പോലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഫഹൽ അസൈത്തും ഇൻ തവല്ലൈത്തും അൻ തുഖത്തിഉ അർഹമക്കും, ഫഹൽ അസൈത്തും ഇൻ തവല്ലൈത്തും, നിങ്ങൾ പിന്തിരിഞ്ഞാൽ, അള്ളാഹുവിന്റെ നിയമങ്ങൾ നിങ്ങൾ പിന്തിരിഞ്ഞാൽ, പടച്ച റബ്ബിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നിയമങ്ങൾ നിങ്ങൾ പിന്തിരിഞ്ഞാൽ, ഫഹൽ അസൈത്തും ഇൻ തവല്ലൈത്തും അൻ തുഖത്തിഉ അർഹമക്കും, അതോടുകൂടി നിങ്ങളുടെ എല്ലാ രക്തബന്ധങ്ങളും മുറിക്കും. ഈ ലോകത്ത് നിങ്ങൾ രക്തബന്ധങ്ങൾ മുറിച്ചാൽ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചാൽ, നിങ്ങൾ ഈ നാട്ടിലെ നാശകാരികളാകും, ഈ നാട്ടിലെ കലാപകാരികളാകും, ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരായി മാറുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നവരാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാനിപ്പോ നിങ്ങൾ ഒരു പ്രവാസ ലോകത്താണ് ജീവിക്കുന്നത്.
നമ്മുടെ ഇത്തരം ചർച്ചകളിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളാ. എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, ഉമ്മ, 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 ഉമ്മ. ഉമ്മക്ക് 3 സ്ഥാന. മനഹക്കുന്നാസി ബിഹുസ്നി സുഹ്ബത്തി. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി എന്ന് ചോദിക്കുന്ന അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാ? ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാ? റസൂൽ നൽകുക ഉമ്മുക്ക, നിന്റെ ഉമ്മ. ആയിക്കോട്ടെ, ഉമ്മ മനസ്സിലായി. പിന്നെ ആരാ? നെക്സ്റ്റ് വൺ. അവിടെ പറയാം റസൂൽ, എന്റെ ഉമ്മ തന്നെ. പിന്നെ ആരാ? അതും നിന്റെ ഉമ്മ. തേർഡ് വൺ, ഉമ്മ തന്നെ. ഉമ്മ, പിന്നെയും ഉമ്മ, പിന്നെയും ഉമ്മ. ഉമ്മ, ഉമ്മ, ഉമ്മം, ഉമ്മം. നമ്മൾ ഉമ്മമാര്, നിങ്ങൾക്ക് എത്ര ഉമ്മം തന്നിട്ടുണ്ടെന്നറിയോ? നിങ്ങളുടെ ഉമ്മമാര് നിങ്ങൾക്ക് എത്ര ഉമ്മം തന്നിട്ടുണ്ടെന്നറിയോ? നിങ്ങളുടെയൊക്കെ മുഖമൊക്കെ ഇങ്ങനെ മനോഹരമായ മുഖമാണല്ലോ. ഈ മുഖമൊക്കെ ശരിക്കും പ്രസവിച്ച ഉടനെ നമ്മുടെയൊക്കെ പാളയിൽ കിടത്തി മഞ്ഞൾ വെള്ളം കൊണ്ട് കുളിപ്പിച്ച് തല ഊരുട്ടി ഊരുട്ടി എന്റെയും നിങ്ങളുടെയൊക്കെ മുഖത്തിന്റെ ഭംഗി പോലും നമ്മുടെ ഉമ്മമാരുടേതാണ്. ശരിക്കും ഉമ്മമാരുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചു നമ്മൾ പറയും. അമ്മിഞ്ഞപ്പാല് മാത്രമൊന്നുമല്ല, ഉമ്മമാർ രക്തവും ചോരയും മജ്ജയും മാംസം കുടിച്ച് വീർത്ത് വളർന്ന അട്ടകൾ. അട്ട അലക്ക് എന്ന ഖുർആൻ മനുഷ്യ കുഞ്ഞിന്റെ ആദ്യ രൂപത്തെ പറ്റി പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലക്ക് എന്ന അട്ട. ശരിക്കും ഒരു എംബ്രിയോളജി വിദ്യാർത്ഥി അവൻ ഒരു ഭ്രൂണശാസ്ത്രം പഠിക്കുമ്പോൾ ഒരു പിതാവിന്റെ ബീജം മാതാവിന്റെ അണ്ടത്തിൽ പോയിട്ട് നീങ്ങുന്നത് ഒരു അട്ട നിൽക്കണ മാതിരിയാണ് യഥാർത്ഥത്തിൽ ആ എന്താ പറയാ സിക്താണ്ട പോയി നിൽക്കുന്നത്. പിന്നീട് ഉമ്മാനെ തിന്ന്, ഉമ്മാനെ കുടിച്ച്, ഉമ്മാനെ ചവച്ചരച്ച്, ഉമ്മാനെ തിന്ന്, ഉമ്മാനെ കുടിച്ച്, ഉമ്മാനെ അമ്മിഞ്ഞപ്പാലും മാത്രമല്ല, ഉമ്മാടെ രക്തവും ഉമ്മയുടെ മജ്ജയും ഉമ്മയുടെ മാംസവും ഉമ്മാരെ ശരീരം തിന്ന് 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 വളർന്ന് വീർത്ത അട്ടകളാണ് ഞാനും നിങ്ങളും. എല്ലാവരും സ്വന്തം ഉമ്മാനെ ഓർക്കണം. ശരീരത്തിൽ ഇവിടെ ഒരു അവയവമുണ്ട്, പൊക്കിൽ. ആ അവയവം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഉമ്മാനെ തിന്ന, ഉമ്മാനെ കുടിച്ച് വളർന്ന അവയവ. അതുകൊണ്ട് പൊക്കിൽ കാണുമ്പോൾ എല്ലാവരും ഉമ്മാനെ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉമ്മ എന്നത് നമുക്കൊരു വികാരമാണ്. ഉമ്മ എന്ന് പറയുന്നത് അവരിന്നൊരു ആവേശമാണ്. ഉമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും കരുണയുടെ, ഏറ്റവും വലിയ സ്നേഹത്തിന്റെ, ഏറ്റവും വലിയ അറ്റാച്ച്മെന്റിന്റെ, ഏറ്റവും വലിയ ബന്ധത്തിന്റെ ഏറ്റവും വലിയ അളവാണ് ഉമ്മ. ഈ ഭൂമി ലോകത്ത് അള്ളാഹു കഴിഞ്ഞാൽ, റസൂല് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, വബിൽ വാലിദൈനി, മാതാപിതാക്കളോട് ഇഹ്സാൻ. ഇഹ്സാൻ എന്ന പദത്തിന് അർത്ഥം അഹിസന യുഹിസിനു ഇഹ്സാൻ, വളരെ നല്ല രൂപത്തിൽ. ആ വാക്കിനർത്ഥതാ ഉമ്മാക്ക് വാപ്പാക്ക് മാതാപിതാക്കൾ, അതിൽ ഉമ്മാക്ക് വലിയ സ്ഥാനം, പിന്നെ വാപ്പ. അവരോട് നിങ്ങളുടെ പരിഗണനയ്ക്ക് നൽകുന്ന പേരാണ് ഇഹ്സാൻ. എന്ന് പറഞ്ഞാൽ ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് വളരെ നല്ല രൂപത്തിൽ ഉമ്മയോട് നല്ല രൂപത്തെ സംസാരിക്കാവൂ. ഭക്ഷണം നല്ല രൂപത്തിൽ ഭക്ഷണം കൊടുക്കാവൂ. മരുന്ന് കൊടുക്കാം, നല്ല രൂപത്തിൽ മരുന്ന് കൊടുക്കണം. ഉമ്മച്ചി വാപ്പിച്ചി ഇച്ചി ഇച്ചി, ഉമ്മച്ചി വാപ്പിച്ചി അച്ചി യാ അബത്തി. വാപ്പിച്ചി എന്ന് വിളിക്കണ്ടേ, വാപ്പന്നല്ല ഉമ്മച്ചി എന്ന് വിളിക്കണ്ടേ. ജീവിതത്തിൽ നമ്മുടെ ഉമ്മമാരുടെ ഉപ്പമാരുടെ ബന്ധം ശരിക്കും ഇങ്ങനെയൊക്കെ ക്ലാസ് കേൾക്കുമ്പോൾ, നിങ്ങളൊക്കെ ലോകത്തിന് പല ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ മനസ്സുകളിൽ നമ്മുടെ ഉമ്മമാര് ശരിക്കും വേണ്ടത്ര സ്നേഹം തിരിച്ചു കൊടുക്കേണ്ട സമയ, കാരുണ്യം തിരിച്ചു കൊടുക്കേണ്ട സമയ. ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പ്രായമൊക്കെയായി, വയസ്സൊക്കെയായി രോഗങ്ങളിലേക്ക് പോവുകയാണ്, അസുഖങ്ങളിലേക്ക് പോവുകയാണ്. അവർക്ക് പലരും ആശുപത്രികൾ കയറി ഇറങ്ങുകയാണ്. ജീവിതത്തിൽ അവരെ ആരോഗ്യം തളരുന്നു, അവരെ സന്ധി ബന്ധങ്ങൾ ദുർബലമാകുന്നു, അവരെ എല്ലുകളും ശരീരങ്ങളൊക്കെ ദുർബലപ്പെട്ടു പോകുന്ന ഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് അവരെ മക്കളുടെ തലോടൽ, മക്കളെ ചേർത്ത് നിർത്തൽ ജീവിതത്തിൽ തിരിച്ചു കൊടുക്കേണ്ട സന്ദർഭത്തിലാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളുമായി പോയ ആൾക്കാരെ നമ്മൾ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് നിങ്ങൾ ധാരാളമായി സ്നേഹം വാരിക്കോരി കൊടുക്കണം, വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കണം. ഉമ്മമാർക്ക് നിങ്ങൾക്ക് പൈസ, നിങ്ങൾ ഡോളർ അല്ല വേണ്ടത്. ഉമ്മമാർക്ക് നിങ്ങൾ ഡോളർ, നിങ്ങളുടെ പൗണ്ട്, നിങ്ങളുടെ ലീറ, നിങ്ങളുടെ ഏതോർത്ത് വലിയ മൂല്യമുള്ള പൈസ, അതൊന്നും നിങ്ങളുടെ ഉമ്മാക്ക് ആവശ്യമില്ല, നിങ്ങളുടെ ഉപ്പാക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ഉമ്മാക്ക് ഉപ്പാക്ക് ആവശ്യം നിങ്ങളുടെ വാരിക്കോരി കൊടുക്കുന്ന സ്നേഹം. ഉമ്മച്ചീന്ന് വിളിക്കുക, അപ്പാന്ന് വിളിക്കുക. എന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ സമയം കൊടുക്കുക, വലിയ സ്നേഹം കൊടുക്കുക, വലിയ പരിഗണന കൊടുക്കുക. മാതാപിതാക്കൾക്ക് നിങ്ങളുടെ വലിയ പരിഗണന വേണ്ടത്. അവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ, സംസാരങ്ങളുടെ, നിങ്ങൾ ഉമ്മിച്ചി വാപ്പിച്ചത് വിളി കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ സംസാരത്തിന്റെ ആ സ്നേഹമാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ ബർക്കത്ത്. ഒരു പക്ഷേ ഭാര്യ ഭർത്തൃ ജീവിതത്തെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞ മാതാപിതാക്കളെ കുറിച്ചാണ്. മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ഭാര്യ ഭർത്തൃ ജീവിതത്തെ പറ്റി പറയേണ്ടതുള്ളൂ. പക്ഷെ മക്കൾ കൊടുക്കും. ശരിക്കും നിങ്ങളുടെ ഉപ്പാന്റെ ഉമ്മാരുടെ സംസാരിക്കണ പോലെ നിങ്ങളുടെ മക്കൾ കേൾക്കണം. നിങ്ങളുടെ വീട്ടിനകത്തൊരു പക്ഷെ നിങ്ങൾ വിളിക്കണ്ടാവും, നിങ്ങളുടെ ഉമ്മാക്ക് വിളിക്കണ്ടാവും. അത് നിങ്ങളുടെ മക്കൾ കാണുന്നുണ്ട്, നിങ്ങളുടെ മക്കൾ കേൾക്കുന്നുണ്ട്. എന്റെ ഉമ്മിച്ചി വല്യമ്മിച്ചി വിളിക്കുകയാണ്.
എന്റെ വാപ്പച്ചി വല്യാപ്പനെ വിളിക്കുകയാണ്. എന്റെ വാപ്പച്ചി വല്യാപ്പൻ എന്തൊരു പരിഗണന. ഞാൻ പറയുന്നത് ഒരു ഡെമോ ആണിത്. ശരിക്കും നിങ്ങളുടെ വീട്ടിനകത്തൊരു ഡെമോൺസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ പോലും അറിയാതെ. നിങ്ങളുടെ മക്കളുടെ മനസ്സുകൾക്കകത്തേക്ക് അറിഞ്ഞോ അറിയാതെയും നിങ്ങൾ ഒരു വലിയ ക്ലാസ് അവിടെ നടക്കുന്ന നിങ്ങളുടെ വീട്ടിനകത്ത്. നിങ്ങളുടെ ഉമ്മച്ചിമാര്, നിങ്ങളെല്ലാം ഇരിക്കണേല് ഒരുപാട് ഭാര്യമാരുണ്ടാവും. എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങളുടെ ഉമ്മച്ചിമാര് വിളിക്കണ നിങ്ങളുടെ മക്കൾ കേൾക്കുന്നുണ്ട്. ഉമ്മച്ചി, ഉമ്മ, ഉമ്മ. വീട്ടിലേക്ക് എന്റെ വൈഫൊക്കെ ഇടയ്ക്ക് വൈഫിന് ഉമ്മാനൊക്കെ വിളിക്കും. ഉമ്മ എന്താ വിശേഷം, ഉമ്മ ഉമ്മ, അങ്ങനെ വിളിച്ചിങ്ങനെ പലപ്പോഴും ഉമ്മ ഉമ്മ ഉമ്മാനെ കാണാൻ പോണു. നമ്മുടെയൊക്കെ കൊച്ചു പ്രായത്തില് ഞങ്ങളുടെ ഉമ്മമാരൊക്കെ ഇങ്ങനെ വല്യമ്മമാര് വീട്ടിൽ പോകുമ്പോൾ നടന്നു അല്ല ഉമ്മയുടെ അടുത്തു ഉമ്മാനെ കാണും, ഉമ്മ ഉമ്മ, ഇങ്ങനെ ഉമ്മ ഉമ്മ ഉമ്മ. അത് വിളി, ആ പരിഗണന, ആ സ്നേഹം, ഇഷ്ടം, ആ ഉമ്മാനോടുള്ള ഭയങ്കരമായ പരിഗണന, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങളുടെ മക്കൾ അറിഞ്ഞു അറിയാതെ കേട്ടിട്ട് അവരുടെ മനസ്സിനകത്ത്, ഹൃദയത്തിനകത്തേക്ക് അത് പ്രോഗ്രാം ചെയ്യപ്പെടും. ഉമ്മച്ചി വല്യമ്മച്ചിന് വലിയ പരിഗണന കൊടുക്കുന്നുണ്ടല്ലോ. എന്റെ വാപ്പിച്ചി വല്യാപ്പക്ക് എത്ര പരിഗണന. വല്യാപ്പക്ക് സുഖമില്ലെങ്കിൽ വാപ്പിച്ചിയുടെ ടെൻഷൻ, വല്യമ്മച്ചിക്ക് സുഖമില്ലാതപ്പോ ഉമ്മച്ചിയുടെ കണ്ണുനീര്, ഉമ്മച്ചി കരയുകയാണ്, ഉമ്മച്ചി വിതുമ്പുകയാണ്, ഉമ്മച്ചി വല്ലാതെ വേദനിക്കാൻ. വല്യമ്മച്ചിക്ക് സുഖമില്ല, വല്യമ്മച്ചി ആശുപത്രിയിലാണ്. വല്യപ്പക്ക് വേണ്ടി പൈസ അയച്ചു കൊടുക്കാൻ, വല്യമ്മച്ചിക്ക് പൈസ അയച്ചു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിനകത്ത് മാതാപിതാക്കളുടെ സ്നേഹം കൊണ്ട് നമ്മുടെ വീട്ടിനകം ഭയങ്കരമായിട്ട് മുഖരിതമായിരിക്കണം. അത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ എഡ്യൂക്കേഷനാണ്. അത് കൊടുക്കാത്ത കുടുംബങ്ങൾ അപകടകാരികളായി മക്കളെ വളർത്തും. നമ്മുടെ കുട്ടികളെ ക്രിമിനൽ വൽക്കരിക്കുന്നില്ല. ക്രിമിനലോളജി എന്ന് പറയുന്ന വൈജ്ഞാനിക ശാഖ പഠിച്ചു നോക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കുട്ടികളിൽ ക്രിമിനൽ വാസനകൾ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കൾ സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ്. ആ മാതാപിതാക്കൾ സ്നേഹം ഇല്ലാത്തതിന് മെയിൻ കാരണം മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹശൂന്യതയാണ്. ഞാൻ ഇവിടെയുള്ള സ്ത്രീകളോട്, സഹോദരിമാരോട് പോലും പറയാം, രണ്ടുപ്പ രണ്ടുമ്മ ഞാൻ പറഞ്ഞില്ലേ, ശരിക്ക് നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ ഉമ്മ ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ ഉപ്പ, രണ്ടുപ്പ രണ്ടുമ്മ ഉണ്ട്. നിങ്ങളുടെ വാപ്പ ഉമ്മ, നിങ്ങളുടെ ഭർത്താവിന്റെ വാപ്പ ഉമ്മ, രണ്ടുമ്മ രണ്ടുപ്പ. ഈ രണ്ടുപേരും നിങ്ങൾ സ്നേഹം കാണിക്കണം കേട്ടോ. നിങ്ങൾ പ്രത്യേകം പഠിക്കണം. നിങ്ങളുടെ ഉപ്പ ഉമ്മ, അതുപോലെ ഭർത്താവിന്റെ ഉപ്പ ഉമ്മ. നിങ്ങൾ ഏതോ രക്ഷപ്പെട്ട് പഠിച്ചോനെ എസ്കേപ്പ് ചെയ്ത് ആ തള്ളേനും കാരണവരും നോക്കേണ്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭർത്താവിന്റെ ഉപ്പാനും ഉമ്മാനും നമ്മുടെ വീട്ടിൽ ചാടിക്കും. വീട്ടിൽ നിന്ന് ഒരു പക്ഷെ ഉമ്മ വിളിക്കും, ഉപ്പ വിളിക്കുമ്പോഴേക്കും നമ്മുടെ ഭർത്താവിനോട് ചാടിക്കും, ചൂടാവും. ആ തള്ള, ആ കാക്ക, ആ തന്ത എന്നൊക്കെ വിളിച്ചിട്ട് നമ്മളുടെ സംസ്കാര ശൂന്യതയില്ലായ്മയും സ്നേഹം, ഒരു പക്ഷെ അവരെന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും അത് വെച്ച് നമ്മൾ നമ്മുടെ ഭർത്താവിനോട്, ഭർത്താവിന്റെ ഉപ്പാനും ഉമ്മാനെ ഷൗട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉപ്പാനും ഉമ്മാനും ഭർത്താവ് സഹായിക്കുന്നത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിനകത്ത് ഇങ്ങനെ പലതും നടക്കുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് നിന്നും നമ്മുടെ കുട്ടികൾ അപ്പുറത്ത് റൂമിലിരിക്കുന്ന അവരറിയാതെ കുറെ കാര്യങ്ങൾ പഠിക്കും. അവിടെ നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം താളം തെറ്റുന്നത്. നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്നത് എന്റെ ഉമ്മച്ചി എന്റെ ഉപ്പാടെ ഉമ്മാനോട് പെരുമാറുന്നത്, എന്റെ ഉപ്പാടെ ഉപ്പയോട് പെരുമാറുന്നത്, എന്റെ ഉമ്മച്ചിയുടെ ആ അർത്ഥത്തിലുള്ള അവരോട് സ്നേഹക്കുറവ്, എന്റെ ഉമ്മച്ചി വാപ്പിച്ചിയോട് പെരുമാറി, ഇതെല്ലാം നമ്മുടെ കുടുംബത്തിനകത്ത് ശരിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറ വെച്ച് നമ്മുടെ കുട്ടികളുടെ അകക്കണ്ണുകൊണ്ട്, അകഹൃദയം കൊണ്ട് ആ കുട്ടികൾ ഒപ്പിയെടുക്കുകയാണ്. അവിടെയാണ് നമ്മുടെ വീട്ടകങ്ങളിൽ ഇസ്ലാമിക കുടുംബം. അത് ഏറ്റവും പ്രധാന മാതാപിതാക്കളാ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഉപ്പയോട് ഉമ്മയോട്, അല്ല ഭർത്താവിന്റെ ഉപ്പയോട്, അല്ല ഭാര്യ, ചില ആളുകൾ സ്വന്തം ഭാര്യയുടെ ഉപ്പാനെ നിന്റെ വാപ്പാനോട് എന്ന് പറ, നിന്റെ തള്ളയോടെന്ന് പറ, നിന്റെ ഉമ്മ, എല്ലാം എന്ത് പറഞ്ഞാലും സ്വന്തം ഭാര്യയുടെ വാപ്പാക്ക് വിളിക്കുന്ന, സ്വന്തം ഭാര്യയുടെ ഉമ്മാക്ക് വിളിക്കുന്ന, ഇത് സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ കൊള്ളില്ലാത്ത മനുഷ്യന്മാരുടെ ലക്ഷണം കേട്ടോ. ശരിക്കും നിങ്ങളിൽ നീചന്മാരുടെ ലക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഭാര്യയുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, തുറന്ന് വളരെ ഇസ്ലാമിക് സൈക്കോളജി വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മാതാപിതാക്കളെ സ്നേഹിച്ചാലേ അത് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് പോലും കാരണമാവും. അപ്പൊ ഞാൻ എന്റെ ജീവിതം, എന്റെ വൈഫിനെ പറ്റി പറയും, എനിക്ക് നിന്നോട് എന്ന് റെസ്പെക്റ്റാ പറയും. എന്നും പറയും, എനിക്ക് നിന്നോട് റെസ്പെക്ട് ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ വാപ്പ ഉമ്മ രണ്ടുപേരും മരിച്ചുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വാപ്പായും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോ അവർക്ക് മരുന്ന് വാങ്ങി, അവർക്ക് ഭക്ഷണം കൊടുത്ത്, അവർ പുതപ്പും വിരിപ്പ് അലക്കി കൊടുത്ത്, അവരെ ഏറ്റെടുത്ത്, അവർ വീട്ടിൽ താമസിപ്പിച്ച്, അവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത്, അവരെ ആശുപത്രി കൊണ്ടുവന്നാക്കി, അവരെ ആശുപത്രിയിലാക്കി. ഇങ്ങനെ നമ്മുടെ അഭാവത്തിൽ, ഇപ്പൊ നമ്മളൊക്കെ അന്നൊക്കെ കുറച്ച് ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു, ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഭാര്യമാര് നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടു നടക്കുന്നു, അവര് ചികിത്സിക്കുന്നു, അവരെ ആശുപത്രി കൊണ്ടുവന്നു, അവർ വസ്ത്രം അലക്കി കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, അവരെ ഇങ്ങനെ അതോടുകൂടി സത്യം പറഞ്ഞാൽ എന്റെ ഉപ്പയെ, എന്റെ ഉമ്മയെ എന്റെ വൈഫ് പരിഗണിക്കുമ്പോ എനിക്ക് എന്റെ വൈഫിനോട് ഉണ്ടാവുന്ന ഒരു വല്ലാത്തൊരു ആദരവുണ്ട്. നേരെ തിരിച്ചും ഒരു പക്ഷേ അവളുടെ എന്റെ വൈഫിന്റെ ഉമ്മ, ഞാൻ പറയാം ഉമ്മയുടെ അടുത്ത് പോവാം, എന്റെ വൈഫിന്റെ ഉമ്മയെ ഞാൻ ആദരിക്കുമ്പോ, എന്റെ വൈഫിന്റെ ഉപ്പയെ ഞാൻ സ്നേഹിക്കുമ്പോ, എന്റെ വൈഫിന്റെ അത് അവളുടെ മനസ്സ് എന്നോടുണ്ടാവുന്ന ഒരു വല്ലാത്ത, എന്റെ ഉമ്മയെ എന്റെ ഭർത്താവ് സ്നേഹിക്കുന്നു. നമുക്ക് ഉമ്മച്ചി എന്ന് ഞാൻ വിളിക്കുമ്പോ എന്റെ ഭാര്യയ്ക്ക് എന്നോടുണ്ടാവുന്ന ഒരു വല്ലാത്ത പരിഗണന ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിനകത്ത് മാതാപിതാക്കൾ വളരെ പ്രധാനപ്പെട്ട ഘടകം. പ്രത്യേകിച്ചും ഒരു പ്രവാസ ലോകത്ത് ഞാൻ ആദ്യം നീട്ടി പറയുന്നില്ല, ഈ ഒരു ഒറ്റ വിഷയം പറയാം, ബാക്കി എല്ലാ വിഷയവും പറയാൻ സമയമില്ല.
വിശുദ്ധ ഖുർആനിൽ വസ്സൈനൽ ഇൻസാന ബിവാലിദി ഇഹ്സാന, ഞാൻ അള്ളാഹ് പറയാം വസ്സൈന, ഞാൻ ഐ അഡ്വൈസ് യു, അള്ളാഹ് പറയാം ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുക, ഞാനല്ല അള്ളാഹ് പറയാം. വസ്സൈനൽ ഇൻസാൻ ബിവാലിദി ഇഹ്സാന, ഞാൻ എല്ലാ മനുഷ്യനെയും ഉപദേശിക്കുക നിങ്ങളുടെ വാപ്പ ഉമ്മമാരോട് വളരെ നല്ലത് പെരുമാറണം. അത് പറ ഉടൻ തന്നെ നേരെ കൊണ്ട് പോണെന്നറിയോ, ഹമലത്തുഹു ഉമ്മുഹു കുർഹ വവളഅതുഹു കുർഹ വഹംലുഹു വഫിസാലുഹു 30 ശഹറ. ഒരു വല്ലാത്ത പ്രയോഗ. ഉടൻ തന്നെ നേരെപ്പെട്ട ഗർഭത്തിലേക്കാൾ, ഗർഭം, നമ്മുടെ എല്ലാവരും എന്നെ ഗർഭം ചുമന്ന എന്റെ ഉമ്മ എന്ന് പറയും. ആ വാക്ക് അങ്ങനെ തന്നെ പഠിക്കുക, എന്നെ ഗർഭം ചുമന്ന ഉമ്മ. ഗർഭത്തിന്റെ വിലയും നിലയും അതിന്റെ വേദനയും ബേജാറൊക്കെ ഈ ഇരിക്കുന്ന നമ്മൾ എല്ലാവർക്കും അറിയാം. അതിന്റെ എല്ലാ വിഷമം കണ്ണീരും അനുഭവിച്ചരാ. അത് നിങ്ങളുടെ ഉമ്മാടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സ്വന്തം ഉമ്മാടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. സ്വന്തം ആൺകുഞ്ഞിന്റെ മുഖത്തേക്ക്, സ്വന്തം വാപ്പാടെ മുഖത്തേക്ക് നോക്കണം. എന്റെ ഉമ്മ ഇങ്ങനെ. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും എന്നെ നൊന്തു നൊന്തു പറ്റ ഉമ്മ എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. കുർഹ, നൊന്തു നൊന്തു പ്രസവിച്ച ഉമ്മ. വഹംലുഹു വഫിസാലുഹു 30 ശഹറ, ആ ഗർഭവും പ്രസവവും മുലയൂട്ടലുമായി 30 മാസം. 30 മാസം, വേറെ അമയെന്ന് പറയും 2 കൊല്ലം എന്ന് പറയുന്നുണ്ട്. എന്തായാലും 2 കൊല്ലം 30 മാസം നിങ്ങളുടെ പിന്നാലെ നിങ്ങളുടെ ഉമ്മ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇതാരും ഉമ്മമാരെ കുറിച്ച്, 2 ഉമ്മമാരെ കുറിച്ച് ഓർക്കണത്, 2 ഉമ്മമാരെ കുറിച്ച് ഓർക്കണത്. എന്നിട്ട് ഖുർആൻ പറയാ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അതുകൊണ്ട് വബലഗ 40 സന, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്വതയ്ക്ക് എത്തുമ്പോൾ ഒരു 10-40 വയസ്സാകുമ്പോഴേ, ഇപ്പൊ നമ്മളെല്ലാവരും ഏറെക്കുറെ പ്രായമുള്ളവരൊക്കെ ഇരിക്കണത്, ഒരു 10-40 വയസ്സൊക്കെ ആകുമ്പോഴേ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചിന്തിക്കണം. ഖാല റബ്ബി ഔസിഅ്നി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹ്. ഈ ശരിക്കും നമുക്ക് ഈ ആയത്തൊന്നും നമ്മുടെ പൊതുവിൽ ഖുർആൻ ക്ലാസ്സിലും വരാത്ത ആയത്താ. പൊതുവിൽ നമ്മൾ പലരും പഠിക്കാൻ സൂറത്തുൽ അഹ്കാഫിൽ ഈ ആയത്തുണ്ട്, ഒന്ന് വായിച്ചു. 2 കുടുംബങ്ങളെ ആ സൂറത്തുൽ അഹ്കാഫിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു നല്ല കുടുംബം, ഒരു മോശം കുടുംബം, താളം തെറ്റി കുടുംബം, താളമുള്ള കുടുംബം. ആ 2 സൂറത്തുൽ അഹ്കാഫിൽ പറയുന്ന 2 കുടുംബങ്ങൾ. ഒരു കുടുംബത്തോട് ആദ്യം പറയുന്നത്, നിങ്ങൾക്കൊരു 10-40 വയസ്സാവുമ്പോ, ഒരു പക്വത എത്തുമ്പോ, അത്യാവശ്യമൊക്കെ ബോധമൊക്കെ വരുമ്പോഴേ നിങ്ങൾ കല്യാണം കഴിച്ച 2 കുട്ടികളൊക്കെ ആവും. 40 വയസ്സാകുമ്പോ നമ്മൾ കല്യാണം കഴിച്ച 1-2 കുട്ടികളൊക്കെ ആയത്. ആ പ്രായത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചിന്തിക്കണം. എന്താ ചിന്തിക്കുന്നത്? ഖാല റബ്ബി ഔസിഅ്നി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹ് വഅസ്ലിഹ് ലി ദുർരിയതി. ശരിക്ക് അല്ലാഹുവേ, പടച്ചവനെ, എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ശരിക്കും നമ്മുടെ ജീവിതം, നമ്മുടെ വളർന്നു വന്ന പശ്ചാത്തലമൊക്കെ നമ്മുടെ വാപ്പ ഉമ്മമാരും കൂടി ചേർന്ന, അഥവാ വാപ്പ ഉമ്മമാര് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് വരെ നമ്മൾ അറിയോ, ശരിക്കും പറഞ്ഞ അള്ളാഹു നന്ദി കാണിക്കാനുള്ള ഒരു സന്ദർഭം, അത് വിതരണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് തൗസിഅ എന്ന് പറയുന്നത്, അതായത് അള്ളാഹു നമ്മുടെ നന്ദി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. തൗസിഅ, എന്റെ ഉപ്പക്കും ഉമ്മക്കൊക്കെ യശാർക്ക് നന്ദി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നിങ്ങൾ എത്ര ദിർഹം അയച്ചാലും, എത്ര ദീനാർ അയച്ചാലും, എത്ര ഡോളർ അയച്ചാലും, വാപ്പാനെ ഞാൻ നോക്കാം, ഉമ്മാനെ ഞാൻ നോക്കാം, ഉമ്മ ഇങ്ങോട്ട് വാ. ഉപ്പാനും ഉമ്മാനെ കൊണ്ടുപോകണം, ഉപ്പാനും ഉമ്മാനെ പരിഗണിക്കണം, ഉപ്പാനും ഉമ്മാനെ കാണാൻ വേണ്ടി വരണം, ഉപ്പാനും ഉമ്മാനെ കാണാൻ കൊതിയാവുന്നു അവരോട് 10 വട്ടം പറയണം, ഉപ്പാനും ഉമ്മാനെ പൊന്നാരിക്കണം, ഉപ്പാനും ഉമ്മാനെ തിരിച്ച് പൊന്നാരി. നമ്മൾ എത്ര പൊന്നാരിച്ചിട്ടുണ്ട്? ശരിക്കും നമ്മൾ എത്ര മൂത്രം വെച്ചു ഉമ്മാടെ മുഖത്ത്? എത്ര തിരിച്ച് ഉമ്മാനെ ഒന്ന് കുളിപ്പിക്കാൻ കഴിയാറുണ്ട്? ഉമ്മാനെ ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ട് നമ്മൾ? ഉപ്പാനെ ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉപ്പാടെ മലമൂത്രം ഒന്ന് എടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഉപ്പാനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉമ്മാക്കൊരു ഉമ്മം കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ മിസ്സായി കഴിയുമ്പോഴേ അറിയുള്ളൂ. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അറിയൂ. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മനുഷ്യ വ്യക്തിത്വങ്ങളെ പറ്റി പഠിക്കുന്ന സൈക്കോളജിക്കൽ അനാലിസിസ്, സൈക്കോ അനാലിസിസുകളിൽ കാണാൻ കഴിയും. ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്രൈറ്റീരിയ ഓഫ് എ ഹ്യൂമൻ പേഴ്സണാലിറ്റി, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഹൗ ഹി ബിഹേവ് ഹിസ് പേരൻസ്. ഹൗ ഹി ബിഹേവ് ഹിസ് പേരൻസ്. നമ്മൾ ഇത്ര പേരുണ്ടല്ലോ ഈ സദസ്സിൽ. എന്റെ ഈ സംസാരം കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാല് 53 ഫാമിലികളായിരിക്കും. 53 പേരുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാവരും വ്യക്തിത്വത്തിന്റെ മാനദണ്ഡം, ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്രൈറ്റീരിയ ഓഫ് എ ഹ്യൂമൻ പേഴ്സണാലിറ്റി, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ പ്രഥമ മാനദണ്ഡം, നമ്മളിൽ ആരാണ് ഏറ്റവും നല്ലവൻ, ഏറ്റവും മാന്യൻ എന്ന് തെളിവെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാ. നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ജീവിതം എങ്ങനെയാന്നുള്ളത് 2-മത്തെ, നിങ്ങളുടെ മക്കളെ വളർത്തുന്നത് 3-മത്തതാ. നിങ്ങളുടെ ഓഫീസും നിങ്ങളുടെ അതൊന്നുമല്ല. ജീവിതത്തിൽ നിങ്ങളുടെ ഉമ്മയോട് നിങ്ങളുടെ ഉപ്പയോട്
നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയോട്, ഭർത്താവിന്റെ ഉപ്പയോട്, രണ്ട് ഉപ്പയോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ മാനദണ്ഡം. ജീവിതത്തിൽ മാതാപിതാക്കൾ നന്ദി കാണിക്കാത്തവർ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞ നീചനാണ്. നിങ്ങൾക്ക് മാതാവിനോടും പിതാവിനോടും സ്നേഹവും നന്ദിയും കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ബേസിക്കലി ഒരു ഫ്രോഡാണ്. നിങ്ങളൊരു കപടനാ, നിങ്ങളൊരു കള്ളനാ, നിങ്ങളൊരു വ്യാജനാ. ജീവിതത്തിൽ മാതാപിതാക്കൾ ഉമ്മയുടെ കാലിനടിയിലെ സ്വർഗം, അങ്ങനത്തെ ഒരു വാക്ക് ലോകത്ത് ആരും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ജീവിതത്തിൽ വിശുദ്ധ, ഞാൻ തണലാണ് കുടുംബം എന്നുള്ള വിഷയത്തിൽ ഒറ്റവാക്കി പറയട്ടെ, ഉമ്മയെ പറ്റി ഖുർആാനും സുന്നത്തിനും പറഞ്ഞതൊരു ബോർഡിൽ എഴുതി വെക്കുക. ലോകത്ത് ഏത് മഹാത്മാഗാന്ധിയോ നെഹ്റുവോ ബൈബിളോ ആര് വേറൊരു ബോർഡിൽ എഴുതി വെക്കുക. ഉപ്പയെ പറ്റി ഖുർആാനും സുന്നത്തിനും വന്ന കാര്യം, ഭാര്യ ഭർത്തൃ ജീവിതത്തെ കുറിച്ച് ഖുർആാനും സുന്നത്തിനും പറഞ്ഞ കാര്യം ഒരു ബോർഡിൽ എഴുതി വെക്കുക. ഭാര്യ ഭർത്തൃ ജീവിതത്തെ പറ്റി മറ്റു പലരും പറഞ്ഞിട്ടുള്ള എല്ലാ മനഃശാസ്ത്ര പഠനകാരും എഴുതി മറുവശത്ത് എഴുതി വെക്കുക. ഓരോ വാക്കുകളിലും ഓരോ ഹദീസുകളിലും നിങ്ങൾക്ക് ഖുർആന്റെ സുന്നത്തിന്റെ സൗന്ദര്യം ലോകത്ത് എവിടെയും കാണാൻ കഴിയില്ല. അത് മാതാപിതാക്കളെ പറ്റി പറഞ്ഞ ഖുർആന്റെ സുന്നത്തും, ഭാര്യ ഭർത്തൃ ജീവിതത്തെ പറ്റി ഖുർആന്റെ സുന്നത്തിന്റെ നിയമങ്ങൾ, മക്കളെ കുറിച്ച് പറഞ്ഞ ഖുർആന്റെ സുന്നത്തിന്റെ നിയമങ്ങൾ, കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞ നിയമങ്ങൾ ഇതുപോലെ ലോകത്ത് വേറെ ആരും പറഞ്ഞിട്ടില്ല പറയുക. അതാണ് ഇസ്ലാമിന്റെ ഖുർആന്റെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ കുടുംബ ജീവിതം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും മാതാപിതാ ജീവിതം. ഞാനൊരു പക്ഷേ എന്റെ ക്ലാസ്സിന്റെ, നിങ്ങൾ ഈ ക്യാമ്പയിന് 2-3 ക്ലാസ് വേറെ വെക്കണമെന്ന് അഭിപ്രായം. ഇതിപ്പോ ഞാൻ എല്ലാം കൂട്ടി പറയാൻ സമയമില്ല, ഞാനൊരു ഭാഗം പറഞ്ഞുള്ളൂ. നിങ്ങൾ ഭാര്യ ഭർത്തൃ ജീവിതം ഇതുപോലെ വിശദമായി പറയണം, മക്കൾ വേറെ പറയണം. അതിന്റെ പുതിയ ലിബറലിസം എന്ന് പറഞ്ഞൊരു ഭാഗം ഭയങ്കരമായിട്ട് പറയും. ഇതൊക്കെ പൊളിക്കുന്ന ഒന്നാണ്, ശൈത്താനീയത്താണ്. ഏതായാലും ഞാൻ ജോലി ചെയ്യുന്നത് ശരി പീസ് വാലി എന്നൊരു സ്ഥാപനം കോതമംഗലത്ത്. ഞാൻ അതിന്റെ സെക്രട്ടറിയാണ്. ഞാനിന്ന് ശരിക്കും ഒമാനിലാണ് ഉള്ളത്. ഞാൻ സലാലയിലേക്ക് ഒരു യാത്രയുടെ ഇടയിലാണ്. പക്ഷെ എന്റെ യാത്ര ഒഴിവാക്കി ഈ ക്ലാസ് കുറെ മുമ്പ് ഏറ്റെടുത്തുകൊണ്ടും ഇതിലെ കുറെ സൗഹൃദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നിന്നതാണ്. പീസ് വാലിയിൽ സത്യം പറഞ്ഞ ഒരുപാട് ജീവിതത്തിൽ പ്രയാസപ്പെട്ടിരുന്ന മാതാപിതാക്കളെ ധാരാളം കണ്ടിട്ടുണ്ട്. അവരെ മരണ റൂം, ധാരാളം മരണങ്ങൾ കാണാറുണ്ട്. ജീവിതത്തിൽ ഡയാലിസിസും ക്യാൻസറും വന്ന്, അതേപോലെ തന്നെ മാനസിക നില തെറ്റി, അതേപോലെ സംരക്ഷിക്കാൻ ഇല്ലാത്ത മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളെ കാണുന്ന കാഴ്ചയും അവരുടെ ജീവിതത്തിന് വിഷമവും വേദനയൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും മാതാപിതാക്കളുടെ വില, അല്ലെങ്കിൽ അവരോടൊക്കെ കാണിക്കേണ്ട ജീവിത സായാഹ്നത്തിൽ കാണിക്കേണ്ട പരിഗണന. സുഖമില്ലാത്ത ഉമ്മ, ഈ വർത്താനം പറയാൻ സുഖമൊന്നുമല്ല കേട്ടോ. ഒരു സുഖമില്ലാത്ത ഉമ്മാനെ കൊണ്ടുനടക്കാൻ എത്ര പ്രയാസം ഉണ്ടെന്നറിയോ? സുഖമില്ലാത്ത ഉമ്മ, സുഖമില്ലാത്ത വാപ്പ വീട്ടിലൊക്കെ ഉണ്ടാവുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം എത്ര റിസ്ക് ആണെന്നറിയോ? ആ റിസ്ക് എടുക്കാൻ കഴിയണം നമുക്ക്. അത് കഴിയാത്തൊരു ജീവിതം എന്ന് പറയുന്നത് രക്ഷപ്പെടലായിട്ട് ആരും വിചാരിക്കരുത്. അത് വലിയ നഷ്ട. ചില ആളുകളൊക്കെ ജീവിതത്തിൽ തന്നെ സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ജീവിതം യൂറോപ്പിൽ നിന്ന് പറിച്ചു നട്ടവരുണ്ട്. സ്വന്തം മാതാപിതാക്കൾ. ഞാൻ അവസാനിപ്പിക്കുന്ന അല്പം വേറെ സംഗതി പറയട്ടെ. അതായത് ഈ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഇപ്പൊ ഉള്ള ഒരു അസൂയുണ്ട്. അത് മുനമ്പത്തില്, അത് വഖഫ് മുനമ്പം അതൊന്നുമല്ല. മെയിൻ കാരണങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ അവരുടെ ചില ആഭ്യന്തര പ്രയാസം. അതിലൊരു പ്രയാസം എന്ന് പറഞ്ഞാല് അവരുടെ കുടുംബങ്ങൾ ശിഥിലമാകുന്നു എന്നതാണ്. മാതാപിതാക്കളെ പരിഗണിക്കാൻ വേണ്ടത്ര അറിയാത്തൊരു കൾച്ചർ. അവരിപ്പോ നിങ്ങളിപ്പോ യൂറോപ്പിലൊക്കെ ഒരു എക്സ്പോർട്ടഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എല്ലാവരും എക്സ്പോർട്ട് ചെയ്ത് പോയപ്പോ സത്യം പറഞ്ഞാൽ തിരിച്ച് മാതാപിതാക്കളെ തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ, മാതാപിതാക്കളെ പരിഗണിക്കാത്തൊരു വളർച്ച. ആ വളർച്ച നല്ല വളർച്ചയൊന്നുമല്ല, ഭയങ്കര വളർന്നു പോയി ശരിയാ, പക്ഷെ അവർക്ക് സ്വന്തം മാതാപിതാക്കളെ പരിഗണിക്കാത്ത ഒരവസ്ഥ. അവസാനം അച്ഛനും അമ്മയും നാട്ടിലും വീട്ടിലൊക്കെ ആവും. മക്കൾ സ്വിറ്റ്സർലൻഡിലാണ്, ന്യൂസിലാൻഡിലാണ്, ലക്സംബർഗിലാണ്, അവിടെയാണ് വീട് എന്നൊക്കെ പറയും. പക്ഷെ ജീവിത സായാഹ്നത്തിൽ രോഗികളായി കിടക്കുമ്പോൾ അച്ഛനും അമ്മയും 10 ഏക്കർ സ്ഥലത്തായിരിക്കും, ഒരുപാട് പറമ്പ്, കോടിക്കണക്കിന് ആസ്തിയുണ്ട്. പക്ഷെ മാതാപിതാക്കൾ ഡിസ്പോസിബിൾ ആയി പോയി. ഈ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഓട്ടോറിക്ഷക്കാരെ ആശുപത്രി കൊണ്ട്, ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മാതാപിതാക്കളെ എങ്ങനെ നിങ്ങളോട് പോലും ഞാൻ പറയുന്നു, മാതാപിതാക്കളെ പരിഗണിക്കാത്ത കുടുംബ സംവിധാനങ്ങൾ ബന്ധം പോകുന്ന ഒരു വളർച്ചയല്ല വേണ്ടത്. എപ്പോഴും ഉമ്മ വാപ്പാന്ന് തിരിച്ചു വെക്കണം. എന്റെ സംസാരം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വരെ കേൾക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വലിയ എഡ്യൂക്കേഷൻ മാതാപിതാക്കൾക്ക് കൊടുക്കണം. എപ്പോഴും നമ്മുടെ വീട്ടിനകത്തേക്ക് ഒരു കിളിവാതിൽ നമ്മുടെ വീട്ടിലുണ്ടാകണം. എപ്പോഴും ഉപ്പാനും ഉമ്മാനും കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളും വിശേഷങ്ങളും ചോദിച്ചുകൊണ്ട് അവർക്ക് പരിഗണിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മുടെ അനുജന്മാരെ ജേട്ടന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് വാപ്പാടും ഉമ്മാടെ ഏറ്റവും പരിഗണിക്കുന്ന മക്കളെ നിങ്ങൾ മത്സരിക്കണം വീട്ടിനകത്ത്. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പിടിയും വലിയും ഗുണം, വടം വലിക്കണം. വാപ്പാക്കും വേണ്ടി പിടിയും വലിയും ഗുണം. ഉമ്മാനെ ഒരുപക്ഷെ ഒന്ന് കൊണ്ടുപോകാൻ, ബ്രിട്ടനിലാ എന്റെ ഉപ്പാനൊന്ന് കൊണ്ടുവരാൻ, എന്റെ ഉമ്മാനൊന്ന് കൊണ്ടുവരാൻ, ഉപ്പാനൊന്ന് ചേർത്ത് നിർത്താൻ, ഉപ്പാൻ ഹജ്ജിന് വിടാൻ, ഉമ്മാനെ ഹജ്ജിന് വിടാൻ, അവർ ഉംറ ചെയ്യിക്കാൻ, അവർ ആശുപത്രി ബില്ല് കൊടുക്കാൻ, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ,
അവരുടെ സ്നേഹം ഇതുപോലെ വാക്കുകൾ കൊണ്ട് സംസാരം കൊണ്ട് ധാരാളമായി നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ നിങ്ങൾ ഉമ്മാർക്കും അപ്പുറം സൂലത്ത് അവർക്ക് കൃത്യം മനസ്സിലാവും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇതൊരു ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി, നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ അല്ല. എനിക്ക് ക്യാമ്പയിൻ വിഷയങ്ങളോട് അങ്ങനെ പൂർണ്ണമായി ഞാൻ പലപ്പോഴും ഈ പീസ് വാലിയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട്, ഇത്തരം വിഷയങ്ങൾ ഞാൻ ധാരാളം പറയുന്നതുകൊണ്ട്, ഇത്തരം കുടുംബങ്ങളൊക്കെ ചേരുന്നതുകൊണ്ട് ഞാൻ അല്പം വൈകാരികമായിട്ട് സംസാരിച്ചത്. ഏതായാലും പിന്നെ എന്തായാലും വലിയ സന്തോഷം. സമയം ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തില് കുടുംബ ജീവിതം നമ്മുടെ ദീനി ജീവിതത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട കുടുംബ. ഒരാളെ കുടുംബ ജീവിതം നന്നായാൽ തന്നെ ദീനി ജീവിതത്തിന്റെ 80% അത് തന്നെ. എന്റെ ഉമ്മ, എന്റെ വാപ്പ, എന്റെ വൈഫ്, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ സഹോദരങ്ങൾ, ഇതെന്നെ ജീവിതം. എന്റെ ഉമ്മയോട് നല്ല ബന്ധം, അൽഹംദുലില്ലാ. എന്റെ ഉപ്പയോട് അൽഹംദുലില്ലാ നല്ല ബന്ധം. എന്റെ വൈഫായിട്ട് നല്ല ബന്ധം. എന്റെ ഭർത്താവ് എനിക്ക് ചങ്കാണ്, എനിക്ക് ഹൃദയമാണ്. എന്റെ മക്കള് എനിക്ക് നല്ല മക്കളാണ്. ഇത്തരം പറഞ്ഞ ഇനി എന്താ വേണ്ടത്? ഇനി എന്താ വേണ്ടത്? എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ വൈഫ്, എന്റെ മക്കൾ, ഒരു പക്ഷെ എന്റെ സഹോദരങ്ങൾ, ഇത്രയും കഴിഞ്ഞ വേറെ ജീവിതത്തിൽ എന്റെ കച്ചവടം, എന്റെ ബിസിനസ്, എന്റെ വീട്, എന്റെ മൊബൈല്, ഇതൊക്കെ എത്ര ചെറുതാണ്. എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്റെ കുടുംബം എന്ന സംവിധാനത്തിൽ ഇസ്ലാമിക സംസ്കാരം വെച്ച് പുലർത്തിയാൽ തന്നെ ലോകത്ത് എല്ലാ അർത്ഥത്തിലും, വ്യക്തി ജീവിതത്തിൽ, ഒരു പക്ഷെ സാമൂഹിക ജീവിതത്തിലും സുരക്ഷിതമായ, സംരക്ഷിതമായ, മാന്യമായ കുടുംബ ഘടനയാണ് നമ്മുടെ. അത് മതി ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വരെ. പ്രത്യേകിച്ച് യൂറോപ്പ് പശ്ചാത്തലങ്ങളിൽ ലോകത്ത് ഏറ്റവും ഇസ്ലാം സ്വീകരിക്കുന്നത് ഈ കുടുംബത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ്. നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ജീവിതം, നിങ്ങളുടെ മക്കൾ ജീവിതം, ഇത് മൂന്നും മനോഹരമാണ്. നിങ്ങളുടെ സഹോദര ബന്ധം, ബന്ധങ്ങൾ ചേർക്കൽ, ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ ധാരാളമായി കേൾക്കണം. ഇത്തരം കാര്യങ്ങൾ ധാരാളമായി സംസാരിക്കണം. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഞാനും ഈ വിഷയത്തിൽ അങ്ങനെ പൂർണ്ണതയായിട്ടൊന്നുമല്ല, ഒരുപക്ഷെ മാതാപിതാ മരിച്ചുപോയി അവർക്ക് വിഷമം അറിയാൻ പറ്റും. അത് ഇങ്ങനെ ഓർക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവൂല. പലപ്പോഴും ഇത് കൈ കിട്ടുമ്പോൾ വില അറിയില്ല. അത് കൈ നട പോയി കഴിയുമ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാവുള്ളൂ. അവരോട് ഉള്ള കടമയെ കുറിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ആലോചിക്കണം. അത് ഹത്താ ഇദാ ബലഗ അശുദ്ധഹു ഓ ബലഗ 40 സന, 40 വയസ്സും ഇങ്ങനെ ആലോചിക്കണം. പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് എന്റെ വാപ്പ, എന്റെ ഉമ്മാന്ന് അങ്ങനെ ആലോചിക്കുന്ന ഒരു അവസ്ഥ വേണം. ഏതായാലും മാതാപിതാക്കളോട് ഉള്ള കടപ്പാടാണ് എന്റെ വിഷയത്തിൽ വലിയൊരു ഭാഗം വന്നത്. മറ്റൊരു ഭാഗം നിങ്ങൾ മറ്റൊരു സന്ദർഭങ്ങളിലേക്ക് മാറ്റിവെച്ച് കേൾക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, പിന്നെ സത്യത്തിൽ ഞാൻ നിങ്ങളോടുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു വലിയ യാത്ര, ഞാൻ ഇന്ന് ശരിക്കും പീസ് വാലിയുമായി ബന്ധപ്പെട്ട് ഒമാനിലാണ് ഉള്ളത്. ഇന്നിപ്പോ സലാലയിലേക്ക് പോകേണ്ട സന്ദർഭമാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫ്ലൈറ്റ് അടക്കം ക്യാൻസൽ ചെയ്ത് ടിക്കറ്റ്, എന്റെ യാത്ര പോലും അങ്ങോട്ട് ഒഴിവാക്കി. ഞാൻ നിൽക്കുന്നത്, എന്റെ ഒരുപാട് സൗഹൃദമുള്ള ആളുകൾ ഇതിലുണ്ട്. ഈ പരിപാടി അങ്ങനെ ഒരിക്കലും മിസ്സാക്കേണ്ടതില്ല, മിസ്സാക്കാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ്. വിളിച്ച് ഒഴിവ് പറയാൻ പറ്റാത്ത വിധം ഈ പരിപാടിയോടും ഇതിലുള്ള സൗഹൃദങ്ങളോടൊക്കെ ഉള്ള വലിയ കടപ്പാടുകൂടി ഓർത്തുകൊണ്ട് മാത്രമാണ്. സർവോപരി നിങ്ങളുടെ ഈ ടീം, ഞാൻ വെളിച്ചം ടീമിനെ വീണ്ടും ഞാൻ ഒന്നുകൂടി പറയാണ്, ഈ വെളിച്ചം ടീമിനോട് പറയാണ്, നിങ്ങൾ നന്നായി വർക്ക് ചെയ്യണം. ഒരുപാട് ആളുകൾ, നമ്മുടെ പുതിയ കുട്ടികൾ ഒരുപാട് ജർമ്മനിയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, അവിടെയൊക്കെ കാനഡയിലൊക്കെ ഉണ്ട്. ഇത് വലിയൊരു ദൗത്യമാണ്, ഒരു സാമൂഹിക ദൗത്യം കൂടിയാണ്. കേരളത്തെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് പറ്റിയൊരു ദുരന്തമുണ്ട്, ഒരു ദുരന്തോ എക്സ്പ്രസ്. ആ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ പോക്ക് സ്വന്തം മാതാപിതാക്കളെ പരിഗണിക്കാത്തൊരു പോക്കായതുകൊണ്ട് അവരുടെ കുടുംബങ്ങളിലൊക്കെ ഇത് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് സോഷ്യൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അടുത്ത തലമുറ, ഞങ്ങൾ ഇവിടെ എന്നർത്ഥം നിങ്ങളുടെ മക്കൾ ഒരു കാരണവശാലും നിങ്ങളുടെ മലയാളം വരെ പഠിപ്പിക്കണം. എല്ലാവരും നിങ്ങളുടെ വാപ്പാനും ഉമ്മാനും സംസാരിക്കാൻ പഠിപ്പിക്കണം. നിങ്ങളുടെ ഉപ്പാനോട് ഉമ്മാനെ സംസാരിക്കാൻ കഴിയാത്ത മക്കൾ അത് വലിയ മക്കളെന്ന് ആരും വിചാരിക്കണ്ട. അവന് ഇംഗ്ലീഷ് അറിയാനും മലയാളം അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപ്പാനോട് സംസാരിക്കാൻ അറിയാത്തൊരു മകൻ, നിങ്ങൾ ഉമ്മാനോട് സംസാരിക്കാത്ത മകളായിട്ട് നിങ്ങളുടെ മക്കളെ വളർത്തരുത്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വാപ്പാനോട് സംസാരിക്കണം, ഉമ്മയോട് സംസാരിക്കണം. നിങ്ങളത് കാണിച്ചു കൊടുക്കണം. ആ അർത്ഥത്തിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വെക്കണം. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നിങ്ങളുടെ വേണ്ടി വന്നാൽ ഒരു പ്രൊഫഷൻ, ഒരു അറബ് മുസ്ലിം നാടുകളിലേക്കൊക്കെ മാറ്റിയിട്ടാണെങ്കിൽ നിങ്ങളുടെ തലമുറകളെ പരമാവധി നിങ്ങളുടെ കുടുംബത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ ജീവിതയാത്ര. ആ അർത്ഥത്തിൽ ഉള്ള ഒരു പരിഗണന പ്രത്യേകിച്ച് വിഷയത്തിൽ നൽകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈമാനുള്ള ജീവിതവും ഈമാനുള്ള മരണവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോൻ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സാലിഹ്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചോൻ പ്രത്യേകിച്ചും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി. ആ വാക്കിന്റെ അർത്ഥം അറിയോ?
വാപ്പ ഉമ്മക്ക് പ്രാർത്ഥിക്കുന്നത് കമാ റബ്ബയാനിന്ന. എന്റെ അർത്ഥം എന്നെ വളർത്തി എന്നർത്ഥം. എന്നെ പ്രസവിച്ചു, എന്നെ വളർത്തി, എന്നെ പോറ്റി, എനിക്ക് ചെയ്തത് കമാ റബ്ബയ്യൻ, എനിക്ക് ഇങ്ങോട്ട് ചെയ്യുന്ന വാപ്പ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കാനാ പറയണം. ആ വാക്കിന്റെ അർത്ഥം എത്ര അർത്ഥം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ